ഹരേ കൃഷ്ണ പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. എല്ലാവർക്കും ഹരേ പ്രണാമം. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ 18 ദിവസത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. നമ്മൾ ഇന്ന് 11ാമത്തെ അധ്യായം ഭഗവാന്റെ വിശ്വരൂപത്തെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഭഗവാന്റെ വിശ്വരൂപം കുറെ ആയില്ലേ ഭഗവാൻ ഇങ്ങനെ പറയുന്നു, എല്ലാവരും എന്നിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നതാണ്, എല്ലാം എന്റെ അംശമാണ്, എല്ലാവരും എന്റെ ഭാഗമാണ് പറഞ്ഞ നമ്മളിപ്പോ ഇന്ന് ഭഗവാന്റെ വിശ്വരൂപത്തെ കുറിച്ചാണ് നമുക്കിന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മള് അതിനു മുന്നേ ഇന്നലത്തെ അധ്യായത്തിൽ നമ്മൾ എന്തൊക്കെയാ കണ്ടത്? ചതുശ്ലോകി ഭാഗവതം, ഭഗവത്ഗീത, അതായത് ഭഗവാൻ വിഭൂതികളെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ കണ്ടത്. വിഭൂതി യോഗത്തെ കുറിച്ച് പറഞ്ഞു, അതില് വിഭൂതികളെ കുറിച്ച് പറഞ്ഞു. ചതുർശ്ലോകി ഭഗവത്ഗീത 4 ശ്ലോകങ്ങള് ഭഗവാൻ പറഞ്ഞു തന്നു അല്ലെ, പ്രധാനപ്പെട്ട. അതായത് ഭഗവത്ഗീതയുടെ അന്തസത്തയാണ് ആ 4 ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു. അക്കാമ്പാണ് അല്ലെ, അത് പറഞ്ഞു തന്നു. 8 9 10 11 4 ശ്ലോകങ്ങള് ചതുശ്ലോകി ഭഗവത്ഗീത. അത് കൂടാതെ ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് കുറെ ഭഗവാൻ വിസ്തരിച്ച് പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു എന്താണത്, ചെറിയൊരു ഭാഗം മാത്രമേ പറയുന്നുള്ളൂ, വിസ്തരിക്കുകയാണെങ്കിൽ ഇനിയും ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ ഭഗവാൻ അർജുനന്റെ അടുത്ത്. ഹരേ കൃഷ്ണ. പിന്നെ എന്തൊക്കെയാ പറഞ്ഞത്? അതെ അതെ. പിന്നെ ഐശ്വര്യവും കാന്തിയും ശക്തിയുമുള്ള ഏത് വസ്തു പരമാത്മാവായ ഭഗവാന്റെ അംശമാകുന്നു. ഭഗവാന്റെ വിഭൂതിയെ കുറിച്ച് ബോധ്യം ഉള്ളവർക്ക് ഭക്തിയുത സേവനത്തിൽ മുഴുകുന്നു. അതായത് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നവർക്കാണ് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? ഭക്തിയുടെ സേവനത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കുന്നത്. എല്ലാവർക്കും സാധിക്കില്ല. ഭഗവാനെ മനസ്സിലാക്കുന്നവർക്കാണ് എന്ത് സാധിക്കുക? ഭഗവാനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ ഭഗവാന്റെ നാമരൂപ ഗുണ ലീലകള് ഇതെല്ലാം മനസ്സിലാക്കാം. അങ്ങനെയുള്ളവർക്കാണ് എന്തിലേക്ക് കടക്കാൻ സാധിക്കുന്നത്? ഭക്തിയുടെ സേവനത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കുന്നത്. ഭക്തി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഭക്തിയുടെ സേവനം തന്നെയാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വരുന്നു? ഒരു പ്രവൃത്തി, ഒരു ആക്ഷൻ വരണം അവിടെ. നമ്മളല്ലാണ്ട് ഭക്തി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്ന് അവിടെ എന്ത് വരുന്നില്ല? ഭക്തി വരുന്നില്ല. ഭക്തി എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് അവിടെ എന്ത് വരുന്നുണ്ട്? പ്രവൃത്തി. നമ്മള് പ്രവർത്തിക്കണം അല്ലെ. നമ്മളൊരു സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രകടിപ്പിക്കണം. അതെങ്ങനെ പ്രകടിപ്പിക്കുക? നമ്മള് പ്രവർത്തികൾ ചെയ്തുകൊണ്ടാണ് ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത് അല്ലെ. അതേപോലെ തന്നെയാണ് എന്ത്? ഭക്തി. ഭക്തി എന്ന് പറയുന്നത് നമ്മള് പ്രകടിപ്പിക്കണം. അതെങ്ങനെ ചെയ്യാ? പ്രവൃത്തിയിലൂടെ നമ്മൾ ചെയ്ത് കാണിക്കുക. അതാണ് എന്ത്? ഭക്തിയുടെ സേവനം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? അത് നമ്മള് ചെയ്യേണ്ടത് എന്താണ്? ഭഗവാനോട് സ്നേഹമുണ്ട്, ഭക്തി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഭക്തിയുടെ സേവനം ചെയ്യണം. അത് നമ്മൾ നാമം ജപിച്ച് ഭക്തിയുടെ പരിശുദ്ധരായി നമുക്ക് എന്ത് സാധിക്കും? എല്ലാം ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഭക്തിയുടെ സേവനം ചെയ്യാൻ സാധിക്കും. ഭക്തിയുടെ സേവനം എന്ന് വെച്ചാൽ ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതായിരിക്കണം, ഭക്തനെ സന്തോഷിപ്പിക്കുന്നതായിരിക്കണം, ഗുരുവിനെ സന്തോഷിപ്പിക്കുന്നതായിരിക്കണം. അതാണ് എന്ത്? ഭക്തിയുടെ സേവനം എന്ന് പറയുന്നത്. നമുക്ക് ഇന്ന് 11ാമത്തെ അധ്യായം. 10ാമത്തെ അധ്യായം എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. ഇന്ന് ഒരു വേറെ നല്ലൊരു അധ്യായം, 11ാമത്തെ അധ്യായം ഭഗവാന്റെ വിശ്വരൂപത്തെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയുന്നത്. ഭഗവാൻ
എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തില് ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നത് വിശ്വരൂപത്തില് കാണിച്ചു തരാണ് ഭഗവാൻ. നമ്മള് ഭഗവാനിൽ എങ്ങനെയാണ് എല്ലാവരും നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളത് ഭഗവാൻ എന്ന വിശ്വരൂപത്തിലൂടെ അർജുനന് മനസ്സിലാക്കി കൊടുക്കുക. ഇതാണ് വിശ്വരൂപം. ഭഗവാന്റെ വിശ്വരൂപം കാണുന്നുണ്ടോ? എല്ലാ ദേവി ദേവന്മാരും എല്ലാവരും ആരിലാണ് ഭഗവാനിലാണ്. ഭഗവാൻ ആരാധിച്ച എല്ലാവരും ആരാധിക്കുന്നത് പോലെ തന്നെയാണ്. കാരണം എല്ലാവരും ഭഗവാന്റെ തന്നെയാണ് നിൽക്കുന്നത്. ശ്ലോകത്തിലേക്ക് പോകാം നമുക്ക്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച മദനുഗ്രഹായ പരമം ഗുഹ്യമധ്യാത്മ സംചിതം യത്ത്വയോക്തം വചസ്തേന മോഹോയം വിഗതോ മമ. അർജുനൻ പറഞ്ഞു, പരമഗുഹ്യങ്ങളായ ആധ്യാത്മിക വിഷയങ്ങളെ കുറിച്ച് അങ്ങ് എനിക്ക് ദയാപൂർവ്വം നൽകിയ ഉപദേശങ്ങൾ കേട്ടതിനാൽ എന്റെ വ്യാമോഹങ്ങൾ ഇപ്പോൾ തീർന്നിരിക്കുന്നു. അപ്പൊ അർജുനൻ പറയാണ്, പരമഗുഹ്യങ്ങളായിട്ടുള്ള പരമരഹസ്യങ്ങളായിട്ടുള്ള ഈ ആധ്യാത്മിക വിഷയങ്ങളെ കുറിച്ചുള്ള അങ്ങ് ദയാപൂർവ്വം നൽകിയ ഉപദേശങ്ങള്, അങ്ങ് എനിക്ക് പറഞ്ഞു തന്ന ഉപദേശങ്ങൾ കേട്ടപ്പോ എന്റെ വ്യാമോഹങ്ങളെല്ലാം മാറിപ്പോ, ഇപ്പൊ എന്റെ സംശയങ്ങളെല്ലാം തീർന്നു എന്ന് അർജുനൻ പറയാണ് ഭഗവാനോട്. ഈ രഹസ്യമായ കാര്യങ്ങളെ കുറിച്ച് അങ്ങ് എനിക്ക് പറഞ്ഞു തന്ന ദയാപൂർവം എനിക്ക് നൽകിയ ഉപദേശങ്ങള് ഒക്കെ കേട്ടപ്പോ അർജുനന്റെ വ്യാമോഹങ്ങളെല്ലാം തീർന്നു എന്ന് ഭഗവാനോടുകൂടെ അർജുനൻ പറയാണ്. ഇനി ഭഗവാൻ അർജുനൻ പറയാണ്, ഏവം ഏതത് യഥാർത്ഥത്വം ആത്മാനം പരമേശ്വര ദ്രഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വര്യം പുരുഷോത്തമ. ഹേ പരമപുരുഷോത്തമ, ഹേ പരംപൊരുളെ, അങ്ങ് തന്നെ സ്വയം വിവരിച്ചതുപോലുള്ള അവിടുത്തെ യഥാർത്ഥ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ എന്റെ മുന്നിൽ കാണുന്നുണ്ടെങ്കിലും ഈ ആവിഷ്കാരത്തിലെങ്ങും അങ്ങ് ഉൾച്ചേർന്ന് നിൽക്കുന്നത് എങ്ങനെയെന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങയുടെ ആ രൂപം എനിക്ക് കാണണം. ഇവിടെ പറയാണ് പരമപുരുഷോത്തമ. ഭഗവാനെ വിളിക്കുകയാണ് അർജുനൻ പുരുഷോത്തമ. പുരുഷന്മാരിൽ ഉത്തമനായിട്ടുള്ളതാണ് ആര്? ഭഗവാൻ. അതുകൊണ്ട് പുരുഷോത്തമ. ഹേ പരംപൊരുളെ എന്നാണ് വിളിക്കുന്നത് ഭഗവാനെ. പരംപൊരുളെ, അങ്ങ് തന്നെ സ്വയം വിവരിച്ചതുപോലുള്ള, അങ്ങ് പറഞ്ഞതുപോലെയുള്ള അങ്ങയുടെ യഥാർത്ഥ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ ഇവിടെ കാണുന്നുവെങ്കിലും, അപ്പൊ ഭഗവാന്റെ സ്വയം വിവരിച്ചതുപോലുള്ള യഥാർത്ഥ സ്ഥിതി എന്ന് പറയുമ്പോ ഏതാണ് ആ പറയുന്ന രൂപം? അങ്ങയെ ശ്രീകൃഷ്ണൻ അല്ലെ. അങ്ങയെ എന്റെ മുന്നിൽ കാണുന്നുവെങ്കിലും ഈ വിശ്വാവിഷ്കാരത്തിലെങ്ങും ഈ വിശ്വത്തിലെങ്ങും അങ്ങ് ഉൾച്ചേർന്ന് നിൽക്കുന്നത് എങ്ങനെയെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഈ വിശ്വം മുഴുവനും അങ്ങ് എങ്ങനെയാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്നറിയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പൊ 10ാമത്തെ ശ്ലോകത്തില്, ലാസ്റ്റ് ശ്ലോകത്തില് ഭഗവാൻ പറഞ്ഞത് എന്താണ്? അർജുന, ഇനിയും വിശദമായിട്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് എന്ത് വേണം? എന്റെ ചെറിയൊരു അംശം മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ വ്യാപിച്ചതിനെ നിലനിർത്തുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ നിലനിർത്തുന്നത് ഭഗവാന്റെ ചെറിയൊരു അംശം മാത്രമാണെന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പൊ അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത് എന്താണ്? ഈ വിശ്വത്തിലെങ്ങും അങ്ങയുടെ ചെറിയൊരു അംശം മാത്രമാണല്ലോ ഈ പ്രപഞ്ചത്തിൽ നിലനിർത്തുന്നത്, അതെങ്ങനെയാണ് ഉൾച്ചേർന്ന് നിൽക്കുന്നത് എന്ന് അറിയാനായിട്ട് അർജുനൻ ആഗ്രഹിക്കുകയാണ്. അർജുനൻ പറയാണ്, എനിക്കത് കാണാൻ ആഗ്രഹമുണ്ട്. അങ്ങയുടെ ആ രൂപം എനിക്ക് കാണണം എന്നാണ് ഇവിടെ ആര് പറയുന്നത്? അർജുനൻ ഭഗവാനോട് പറയുന്നത് അങ്ങയുടെ ആ രൂപം എനിക്ക് കാണണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അർജുനനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ അർജുനൻ ഭഗവാന്റെ ഭക്തനാണ് അല്ലെ. അർജുനനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഭഗവാൻ എന്തിനാണ് അർജുനൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്? അർജുനന് ഭഗവാനിൽ ഭയങ്കര വിശ്വാസമാണ്. കാരണം അർജുനൻ ഭഗവാന്റെ ഭക്തനാണ്, ശിഷ്യനാണ്. അപ്പൊ ഗുരു പറയുന്നത് മുഴുവൻ അതേപടി അനുസരിക്കുന്നതും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? അർജുനൻ. പക്ഷേ അർജുനൻ ചിന്തിക്കുന്നത് എന്താണ് ഇവിടെ? നാളെ, അതായത് ഓരോ യുഗങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോ നാളെ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് പറഞ്ഞ് ആരെങ്കിലും വരുമ്പോ അവർക്ക് എന്ത് വേണം? അവർക്കൊരു മാനദണ്ഡം വേണം. ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണെങ്കിൽ എന്ത് കാണിക്കണം? വിശ്വരൂപം കാണിക്കാൻ സാധിക്കണം. അങ്ങനെയുള്ളവരാണ് ആര്? പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ മറ്റുള്ളവർക്ക് കൂടി നാളെ ഒരു മാനദണ്ഡമായിട്ട് മറ്റുള്ളവർക്ക് പറയാൻ വേണ്ടിയിട്ടും കൂടിയാണ് അർജുനൻ എന്ത് പറയുന്നത്? വിശ്വരൂപം കാണിക്കാനായിട്ട് അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെടുന്നത്. മാത്രമല്ല ഭഗവാൻ ഈ പറഞ്ഞത് മുഴുവനും എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ്. ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇവിടെ അർജുനൻ ഭഗവാന്റെ അടുത്ത് എന്താ ആവശ്യപ്പെടുന്നത്? വിശ്വരൂപം കാണിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഭഗവാൻ എന്താ പറയുന്നത് ഇവിടെ? ശ്രീ ഭഗവാനുവാച
പശ്യമേ പാർത്ഥരൂപാണി ശതശോധാ സഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, പ്രിയപ്പെട്ട അർജുന, പല വർണ്ണങ്ങളിലും പല ആകൃതികളിലുമുള്ള എന്റെ 1000 ദിവ്യരൂപങ്ങൾ നീ കണ്ടുകൊള്ളൂ. അപ്പൊ അർജുനനോട് പറയാണ് ഭഗവാൻ, ശരി, നീ ആഗ്രഹിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ എന്ത് കാണിച്ചു തരാം? എന്റെ വിശ്വരൂപം കാണിച്ചു തരാം. പല വർണ്ണങ്ങളിലും പല ആകൃതികളിലുമുള്ള എന്റെ 1000 ദിവ്യരൂപങ്ങള്, കുറെ രൂപങ്ങളുള്ള ഉണ്ടല്ലേ വിശ്വരൂപം എന്ന് പറയുമ്പോൾ, ആ വിശ്വരൂപം നീ കണ്ടുകൊള്ളൂ എന്നാണ് അർജുനനോട് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇനി എന്താ പറയണത്? പക്ഷെ എന്താ ഇവിടെ ഭഗവാൻ പറയുന്നത്? നതു മാം ശക്യസേ ദ്രഷ്ടും മാനേ നൈവാസു ചക്ഷുഷ ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ യോഗമൈശ്വര്യം. പക്ഷെ നിന്റെ ഈ നേത്രങ്ങൾക്ക് ഞാൻ ദൃശ്യനാവില്ല, അതുകൊണ്ട് നിനക്ക് ഞാൻ ദിവ്യ ചക്ഷുസ് നൽകുന്നു. എന്റെ വിഭൂതികളെ യഥേഷ്ടം കണ്ടുകൊള്ളു. പക്ഷെ എന്താണ്? നിന്റെ ഈ നേത്രങ്ങൾക്ക് എന്നെ കാണാനായിട്ട് സാധിക്കില്ല. സാധാരണ നേത്രങ്ങൾ കൊണ്ട് ഭഗവാന്റെ വിശ്വരൂപം കാണാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ നിനക്ക് എന്ത് തരാം? ദിവ്യ ചക്ഷുസ് നൽകാം. ഭഗവാൻ അപ്പൊ അവിടെ അർജുനന് ഭഗവാന്റെ വിശ്വരൂപം കാണാൻ വേണ്ടിട്ട് എന്ത് കൊടുക്കാണ്? ദിവ്യ ചക്ഷുസ് കൊടുക്കാണ്. അങ്ങനെ നിനക്ക് എന്ത് സാധിക്കും? എന്റെ വിഭൂതികളെ യഥേഷ്ടം കാണാനായിട്ട് സാധിക്കും. അപ്പൊ ദിവ്യ ചക്ഷുസ് ഇതിനു മുന്നേ ആർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു? ഓർമ്മയുണ്ട്? ആർക്കോ ഇതിൽ ദിവ്യ ചക്ഷുസ് കൊടുത്തായിട്ട് നമ്മൾ പറഞ്ഞല്ലോ. ഓർമ്മയുണ്ട്? ആർക്കാണ്? സഞ്ജയൻ സഞ്ജയ് ഗുരു കൊടുത്തു അല്ലെ? സഞ്ജയന് ആരാ കൊടുത്തത്? സഞ്ജയന് ദിവ്യചക്ഷുസ് കൊടുത്ത ആരാണ്? സഞ്ജയന് ദിവ്യചക്ഷുസ് വ്യാസമഹർഷി എന്ന് പറഞ്ഞാൽ ആരാണ്? സഞ്ജയന്റെ ഗുരുവാണ്. അപ്പൊ സഞ്ജയന് ആ ദിവ്യചക്ഷുസ് കിട്ടിയത് ഗുരുവിന്റെ കാരുണ്യം കൊണ്ട്, ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് സഞ്ജയന് എന്ത് കിട്ടുന്നത്? ദിവ്യചക്ഷുസ് കിട്ടുന്നത്. അതായത് സഞ്ജയന് ഗുരുവിന്റെ കാരുണ്യം കൊണ്ടാണ് ഭഗവാനെ കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെ? കാരണം ഗുരുവിന്റെ കാരുണ്യം ഇല്ലാതെ നമുക്ക് എന്ത് സാധിക്കില്ല? ഭഗവാനെ മനസ്സിലാക്കാനോ ഭഗവാനെ അറിയാനോ സാധിക്കില്ല. അപ്പൊ അവിടെ കാരണം സഞ്ജയന് ഈ വിശ്വരൂപം കാണാൻ പോകുന്ന സഞ്ജയനാണ്. അപ്പൊ അത് ഭഗവാന്റെ വിശ്വരൂപം കാണാനായിട്ട് സഞ്ജയന് സാധിക്കുന്നത് എങ്ങനെയാണ്? ഗുരുവിന്റെ കാരുണ്യം കൊണ്ട്. ഇവിടെ ഇപ്പൊ അർജുനന് ദിവ്യചക്ഷുസ് കൊടുക്കുന്നതും ആര് തന്നെയാണ്? അർജുനന്റെ ഗുരുവാണ്. ഭഗവാൻ എന്ന് പറഞ്ഞപ്പോ ആരാണ് ഇവിടെ? അർജുനന്റെ ഗുരു അല്ലെ? അർജുനന്റെ ഗുരുവാണ് ഭഗവാൻ. അപ്പൊ ആ ഗുരുവാണ് ഇവിടെ ആർക്ക് ദിവ്യചക്ഷുസ് കൊടുക്കുന്നത്? അർജുനന് കൊടുക്കുന്നത്. അപ്പൊ ഒരു ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ ഗുരുവിന്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ ആരറിയാൻ സാധിക്കുന്നത്? ഭഗവാൻ അറിയാൻ സാധിക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ചാലും നമുക്ക് ഭഗവാൻ അറിയണമെങ്കിൽ അവിടെ ആരുടെ കാരുണ്യം വേണം? ഗുരുവിന്റെ കാരുണ്യം വേണം. ഗുരു എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യക്ഷത്തില് നമ്മൾ കാണുന്ന ഭഗവാനാണ് ആര്? ഗുരു. ഗുരു എന്ന് പറയുന്നത് പ്രത്യക്ഷത്തില് നമ്മൾ കാണുന്ന ഭഗവാനാണ് ഗുരു. ആ ഗുരുവിലൂടെയാണ് നമ്മൾ ആരെ കുറിച്ച് അറിയുന്നത്? ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അല്ലാതെ നമുക്ക് ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കില്ല. നമ്മൾ പുസ്തകങ്ങൾ വായിച്ചാലും നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് നമുക്കത് ശരിയായ അർത്ഥത്തില് നമുക്കത് ഗ്രഹിക്കാനായിട്ട് സാധിക്കില്ല. അതിന് നമുക്ക് ആരുടെ സഹായം വേണം? ഒരു ഗുരുവിന്റെ സഹായം വേണം. ഗുരു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തിയായിരിക്കും ഗുരു. ആ ഗുരുവിന്റെ സഹായത്തോടെ അല്ലെങ്കിൽ ഗുരുവിന്റെ അനുഗ്രഹത്തോടെ മാത്രമേ നമുക്ക് എന്ത് സാധിക്കുള്ളൂ? ഭഗവാനെ അറിയാനായിട്ട് സാധിക്കുന്നുള്ളൂ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഭൗതികമായ ഇന്ദ്രിയങ്ങളാണ്. എന്നിട്ട് പോലും നമുക്കറിയാം ഭൗതിക ലോകത്തൊന്നും നമുക്ക് ശരിയായ രീതിയിൽ കാണാനായിട്ട് സാധിക്കില്ല. നമുക്ക് എന്തിനും എന്ത് വേണം? ഉപയോഗിക്കാനായിട്ട് സൂക്ഷ്മദർശിനി പോലുള്ള ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു ഈ ആപ്പിള് നമ്മൾ കണ്ണാടി കൂടെ നോക്കുമ്പോൾ നമുക്ക് എന്താണ്? നല്ലൊരു ആപ്പിളായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അതിന്റെ ഒരു സൈഡ് എന്താണ്? കടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ഇന്ദ്രിയങ്ങൾ അപൂർണമായതുകൊണ്ട് നമുക്ക് എന്ത് സാധിക്കുന്നില്ല? അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ ഈ ഒരു പിക്ചറിലെ നമുക്കത് അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? ഫ്ലക്ച്വേഷൻ നടക്കുന്നുണ്ട്. അത് അനങ്ങിക്കൊണ്ടിരിക്കും. നമുക്ക് ഫീൽ ചെയ്യാണത്. എന്തുകൊണ്ടാണത്? നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ അപൂർണത കൊണ്ടാണ് നമുക്കത് തോന്നുന്നത്. ഉത്തമ ഭക്തൻ വിശ്വരൂപം ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും ഒരു ഉത്തമ ഭക്തൻ എന്ത് കാണാൻ ആഗ്രഹിക്കില്ല? വിശ്വരൂപ ദർശനം ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അർജുനന് കൃഷ്ണന്റെ പ്രസ്താവനകൾ സാധൂകരിക്കണമായിരുന്നു. അർജുനൻ നമ്മളിപ്പോ തന്നെ പറഞ്ഞത് ഒരു ഉത്തമ ഭക്തൻ. അർജുനൻ ഭഗവാന്റെ ഭക്തനാണ്. അപ്പൊ അർജുനൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല? ശരിക്കും ഭഗവാന്റെ വിശ്വരൂപം കാണാനായിട്ട് അർജുനൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്നിട്ടും അർജുനൻ അത് എന്തുകൊണ്ടാണ് ആവശ്യപ്പെടുന്നത്? കൃഷ്ണന്റെ പ്രസ്താവനകളെ സ്വാധീകരിക്കാൻ വേണ്ടിയിട്ട്. അതായത്
പറയുന്നത് എല്ലാം ശരിയായതാണ്, സത്യമാണെന്നുള്ളത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും കൂടി വേണ്ടിയിട്ടാണ് അർജുനൻ എന്ത് ആവശ്യപ്പെട്ടത്? അർജുനൻ ഭഗവാനോട് വിശ്വരൂപം കാണിക്കാൻ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഭാവിയിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി. അപ്പൊ ഭാവിയിൽ വരുന്ന ജനങ്ങള്, ഭാവിയില് അപ്പൊ ഇതിനുശേഷം ഇനി യുഗങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, ഭാവിയിൽ ജനങ്ങൾ വരും. എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കണം. ആര്? ഭഗവാൻ കൃഷ്ണൻ താൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് കൃഷ്ണൻ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല, സൈദ്ധാന്തികമായോ ദാർശനികമായോ അല്ല. ഭഗവാൻ ആര് തന്നെയാണ്? യഥാർത്ഥത്തിൽ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാനും കൂടി, അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് അർജുനൻ എന്ത് ഭഗവാനോട് ആവശ്യപ്പെടുന്നത്? വിശ്വരൂപം കാണിക്കാനായിട്ട് അർജുനൻ ആവശ്യപ്പെടുന്നത്. ഇനി ഭഗവാന്റെ വിശ്വരൂപത്തെ കുറിച്ച് തുടങ്ങാണ്. അപ്പൊ എന്തൊക്കെയാണ് കണ്ടതെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇനി വിശ്വരൂപം കാണുന്നത് ആരാണ് പറയുന്നത്? സഞ്ജയനാണ് പറയുന്നത്. സഞ്ജയനാണ് അർജുനൻ കണ്ട വിശ്വരൂപത്തെ കുറിച്ച് പറയുന്നത്. സഞ്ജയനാണ്. സഞ്ജയൻ പറയുന്നതാണിത്. സഞ്ജയൻ പറയാണ്, സഞ്ജയ ഉവാച ഏവ മുക്ത തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഹി ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വര്യം. സഞ്ജയൻ പറഞ്ഞു, അല്ലയോ രാജാവേ, ഇങ്ങനെ പറഞ്ഞിട്ട് യോഗേശ്വരനായ കൃഷ്ണൻ ഭഗവാൻ തന്റെ ദിവ്യമായ വിശ്വരൂപം അർജുനൻ പ്രത്യക്ഷപ്പെടുത്തി. അപ്പൊ ഇങ്ങനെ പറഞ്ഞ് ആ യോഗേശ്വരനായ ഭഗവാൻ കൃഷ്ണൻ എന്ത് ചെയ്തു? ഭഗവാന്റെ വിശ്വരൂപം അർജുനന് പ്രത്യക്ഷപ്പെടുത്തി കൊടുത്തു. അപ്പൊ എങ്ങനെയൊക്കെയാണ് അർജുനൻ കണ്ടതെന്നാണ് ഈ പറയുന്നത്. അത് സഞ്ജയനാണ് ഇതൊക്കെ പറയുന്നത്. ഇനി അനേക ഭക്ത നയനം അനേകാത്ഭുത ദർശനം അനേക ദിവ്യാഭരണം അത് കാണുന്നില്ലല്ലോ, അത് കാണുന്നില്ലല്ലോ വീഡിയോസ്, അത് കാണുന്നില്ല. ഹരേ കൃഷ്ണ. വീഡിയോയിൽ അതിൽ കാണുന്നില്ലല്ലോ. ഇപ്പൊ മാതാജി പറയുന്നൊന്നും അതിൽ കാണുന്നില്ല. ശ്ലോകം ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ? ശ്ലോകം കുറവ് ചേർത്തിട്ടില്ല കേട്ടോ. അതിനത് കൂടുതൽ അതിൽ പോയിന്റ് വന്നതുകൊണ്ട്. അനേക ഭക്ത നയനം അനേകാത്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകാതിഥായുധം ദിവ്യമാല്യാംബരധരം ദിവ്യഗ്രന്ഥാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. ഇവിടെ എന്താ പറഞ്ഞത്? സഞ്ജയൻ പറയാണ്, എന്തൊക്കെ പറഞ്ഞ? വിശ്വപര്യാപ്തമായ ആ രൂപത്തിൽ എണ്ണമറ്റ മുഖങ്ങളും കണ്ണുകളും എണ്ണമറ്റ അത്ഭുത ദൃശ്യങ്ങളും അർജുനൻ കണ്ടു. അപ്പൊ അർജുനൻ ഭഗവാന്റെ ആ വിശ്വരൂപത്തില് എന്തൊക്കെ കണ്ടത്? എണ്ണമറ്റ ദൃശ്യങ്ങളും പിന്നെ എണ്ണമറ്റ മുഖങ്ങള് കണ്ണുകള് ഇതൊക്കെ അർജുനൻ കാണാണ്. ഭഗവാന്റെ വിശ്വരൂപം നമ്മൾ കാണുമ്പോൾ അറിയില്ല, കുറെ കണ്ണുകളുണ്ട്, കുറെ മുഖങ്ങളുണ്ട്, കുറെ കൈകളുണ്ട്, കുറെ അങ്ങനെ അർജുനൻ ആ വിശ്വരൂപത്തില് എണ്ണമറ്റ മുഖങ്ങളും കണ്ണുകളും അത്ഭുത ദൃശ്യങ്ങളാണ് ആര് കാണുന്നത്? അർജുനൻ കാണുന്നത്. അനേക ദിവ്യാഭരണങ്ങളാൽ അലങ്കൃതമായ രൂപം അനേക ദിവ്യ ആയുധങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാവരുടെ കയ്യിലും എന്തുണ്ട്? ആയുധങ്ങളുണ്ട്. എല്ലാവരും അവരവരുടെ ആയുധങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ദിവ്യങ്ങളായ പുഷ്പമാല്യങ്ങളും വസ്ത്രങ്ങളും അണിഞ്ഞിട്ടിരിക്കുന്നു. ദിവ്യങ്ങളായ ഗന്ധദ്രവ്യങ്ങൾ ശരീരത്തിൽ പൂശിയിരിക്കുന്നു. അത്ഭുതാവഹവും തേജോമയവും അമേയവും സർവ്വവ്യാപ്തവുമായിരുന്നത് ഭഗവാന്റെ ഈ രൂപം. അപ്പൊ ഭയങ്കര അത്ഭുതം നിറഞ്ഞതാണെന്ത്? ഭഗവാന്റെ ഈ രൂപം എന്ന് പറയുന്നത്. കാരണം എല്ലാ ദേവതമാരെല്ലാവരും ആരിലാണ്? ഭഗവാന് നിറഞ്ഞു നിൽക്കാണ്. അപ്പൊ അത് ആർക്കാണ്? ഇവിടെ അർജുനൻ കാണുന്നതായിട്ട് സഞ്ജയൻ പറയാണ്. അനേകം ദിവ്യാഭരണങ്ങളാൽ അലങ്കൃതമായിട്ടുള്ള രൂപം. നമ്മള് ഭഗവാനെ നമുക്ക് മനസ്സിലാക്കുന്നതാണ്, ഭഗവാനിലാണ് എല്ലാ ദേവി ദേവതമാരും എല്ലാവരും നിറഞ്ഞു നിൽക്കുന്നത്. ആരിലാണ്? ഭഗവാനിൽ തന്നെയാണ്. അപ്പൊ ഭഗവാന്റെ വിശ്വരൂപം കാണിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ എന്ത് കാണിക്കുന്നത്? വിശ്വരൂപം കാണിക്കുന്നത്. ശരിക്കും ഭഗവാന്റെ വിശ്വരൂപം സ്ഥിരമായിട്ട് നിൽക്കുന്ന രൂപമല്ല. ഭഗവാന്റെ വിശ്വരൂപം എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ളൊരു രൂപമല്ല. അതായത് ഭഗവാന്റെ മറ്റുള്ള അവതാരങ്ങള്, ഭഗവാന്റെ ഇപ്പൊ പാർത്ഥസാരഥി അല്ലെങ്കിൽ നരസിംഹ ഭഗവാൻ, ശ്രീരാമസ്വാമി അല്ലെങ്കിൽ മാധവൻ, ആരൊക്കെയുണ്ട് ഭഗവാന്റെ അവതാരങ്ങൾ? കുറെ ഭഗവാന്റെ അവതാരങ്ങൾ ഉണ്ടല്ലോ. ഈ എല്ലാ അവതാരങ്ങളും എന്താണ്? നിലനിൽക്കുന്ന രൂപങ്ങളാണ്. അതായത് വൈകുണ്ഠ ലോകങ്ങളില് പരവ്യോമത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഇതെല്ലാതും. ഭഗവാന്റെ ഇപ്പൊ പാർത്ഥസാരഥിക്ക് ഒരു ലോകമുണ്ട്, നരസിംഹ ഭഗവാൻ ഒരു ലോകമുണ്ട്, ശ്രീരാമസ്വാമിക്ക് ഒരു ലോകമുണ്ട്. അങ്ങനെ എല്ലാവർക്കും എന്തുണ്ടാവും? ഓരോരോ ലോകങ്ങൾ ഉണ്ടാവും. ഭഗവാന്റെ അച്യുതനും കേശവനും മാധവനും എല്ലാവർക്കും എന്തുണ്ട്? ഭഗവാൻ ഓരോ ലോകങ്ങളുണ്ട്. പക്ഷേ ഈ ഭഗവാന്റെ എന്താണ്? വിശ്വരൂപം എന്ന് പറയുന്നത് ആ സമയത്ത് അർജുനൻ ആഗ്രഹിച്ചു, അർജുനൻ അത് കാണിച്ചു കൊടുത്തു, അത് കഴിഞ്ഞു.
പിന്നെ അതെന്തില്ല, അത് നിലനിൽക്കുന്നില്ല, അത് പരവ്യോമത്തിലേക്ക് പോകുന്നില്ല, നിലനിൽക്കില്ല. വൈകുണ്ഠ ലോകങ്ങളിലെ പരവ്യോമം എന്ന് വെച്ചാൽ വൈകുണ്ഠ ലോകം. ഈ വൈകുണ്ഠ ലോകത്തിൽ നിലനിൽക്കുന്നതല്ല എന്ത് വിശ്വരൂപം എന്ന് പറയുന്നത്. അർജുനൻ ആഗ്രഹിച്ചു, അർജുനൻ അത് കാണിച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞു. അതാണ് ഭഗവാന്റെ മറ്റുള്ള അവതാരങ്ങളിൽ നിന്ന് വിശ്വരൂപത്തിനുള്ള പ്രത്യേകത. വിശ്വരൂപം സ്ഥിരമായിട്ട് നിലനിൽക്കുന്നതല്ല, ആ ഭക്തൻ ആഗ്രഹിച്ചു, അത് കാണിച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തതിൽ എന്താ പറയണത്? ദിവി സൂര്യ സഹസ്രസ്യ ഭവേദ്യുഗപതിഥിത യദി ഭാസാദൃശി സ്യാസ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. 1000 സൂര്യന്മാർ ഒരേ സമയം ഉദിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രകാശത്തോട് തുല്യമായിരുന്നു ആ വിശ്വവ്യാപ്തമായ ഭഗവത് രൂപത്തിന്റെ പ്രഭാപൂരം. ഇവിടെ അർജുനൻ കാണുന്ന ആ വിശ്വരൂപത്തെ വർണ്ണിക്കാനായിട്ട് സഞ്ജയൻ കഷ്ടപ്പെടാണ്. സഞ്ജയനെ സംബന്ധിച്ച് സഞ്ജയൻ ആർക്കാ പറഞ്ഞു കൊടുക്കുന്നത്? ധൃതരാഷ്ട്രക്ക്. അപ്പൊ ധൃതരാഷ്ട്രാണെങ്കിൽ അന്ധനാണ് അല്ലെ. ധൃതരാഷ്ട്രക്ക് ഇത് പറയുമ്പോ പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് ആർക്ക് സാധിക്കുന്നില്ല? സഞ്ജയന് സാധിക്കുന്നില്ല. സഞ്ജയൻ ഇങ്ങനെ അതിശയത്തിൽ നിൽക്കാണ്. അപ്പൊ പറയുന്നത് എങ്ങനെയാണ്? 1000 സൂര്യന്മാർ, ഒരു സൂര്യൻ ഉദിച്ചാൽ തന്നെ ഉണ്ടാവുന്ന പ്രകാശം നമുക്കറിയാം. 1000 സൂര്യന്മാർ ഒരുമിച്ച് ഉദിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശത്തിനോട് തുല്യമാണ് എന്ത്? ഭഗവാന്റെ ആ വിശ്വരൂപം എന്ന് പറയുന്നത്. ആ വിശ്വരൂപത്തിന്റെ പ്രഭാപൂരം. പ്രഭ എങ്ങനെയാ പറയണത്? 1000 സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചാൽ ഉണ്ടാകുന്ന പ്രകാശം, അതിനോട് തുല്യമാണ് ഭഗവാന്റെ വിശ്വരൂപത്തിന്റെ പ്രഭാപൂരം എന്നാണ് ഇവിടെ സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറഞ്ഞു കൊടുക്കുന്നത്. 1000 സൂര്യൻ ഒരുമിച്ച് ഉദിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഭാപൂരത്തോട്. അർജുനൻ ഇങ്ങനെ അത് വിസ്തരിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ വിശ്വരൂപം. അപ്പൊ അർജുനൻ എന്നിട്ട് എന്താ പറയണത്? അർജുനൻ എന്തൊക്കെ കണ്ടതെന്ന് അർജുനൻ പറയാണ് ഇവിടെ. അർജുന ഉവാച പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തഥാ ഭൂത വിശേഷ സംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീംശ സർവാനുരഗാംശ ദിവ്യാൻ. അർജുനൻ പറഞ്ഞു, കൃഷ്ണ, അവിടുത്തെ ശരീരത്തിൽ സകല ദേവന്മാരെയും മറ്റു സകല ജീവജാലങ്ങളെയും ഞാൻ കാണുന്നു. മാത്രമല്ല താമരപ്പൂവിൽ ഇരുന്നു അരുളുന്ന ബ്രഹ്മദേവൻ, അതുപോലെ ശിവൻ, ഋഷികൾ, ദിവ്യ സർപ്പഗണങ്ങൾ എന്നിവരെയും ഞാൻ കാണുന്നു. ഇവിടെ ഞാൻ എന്താ കാണുന്നത്? അർജുനൻ പറയുന്നത്, ഞാൻ സകല ദേവന്മാരെയും എല്ലാ ജീവജാലങ്ങളെയും എല്ലാം അങ്ങയുടെ ശരീരത്തിൽ കാണാൻ സാധിക്കണം. അപ്പൊ ഭഗവാന്റെ ശരീരത്തില് സർവ്വചരാചരങ്ങളെയും എല്ലാ ദേവന്മാരെയും പിന്നെ എല്ലാ ജീവജാലങ്ങളെയും എല്ലാം കാണാനായിട്ട് ആർക്ക് സാധിക്കാണ്? അർജുനന് സാധിക്കാണ്. മാത്രമല്ല താമരപ്പൂവിൽ വാണരുളുന്ന ബ്രഹ്മദേവനെയും കാണാൻ പറ്റുന്നു. ഋഷികള്, ശിവൻ, ഋഷികൾ, ദിവ്യ സർപ്പഗണങ്ങൾ എന്നിവരെയും ഞാൻ കാണുന്നു. അപ്പൊ ഋഷികള് പിന്നെ ആരാണ്? ശിവൻ, ഋഷികൾ, ദിവ്യ സർപ്പഗണങ്ങളെയൊക്കെ കാണാൻ ആർക്ക് സാധിക്കാണ്? അർജുനന് സാധിക്കണം. അപ്പൊ അർജുനൻ ഭഗവാന്റെ വിശ്വരൂപത്തില് എല്ലാവരെയും കാണാനായിട്ട് ആർക്ക് സാധിക്കാണ്? ഇവിടെ അർജുനന് സാധിക്കണം. ബ്രഹ്മദേവൻ, താമരപ്പൂവിലിരിക്കുന്ന ബ്രഹ്മദേവൻ, മഹാദേവൻ, ശിവന്, ഋഷികള്, ദിവ്യ സർപ്പഗണങ്ങൾ എല്ലാവരും അവിടെ കാണാണ് ഭഗവാന്റെ വിശ്വരൂപത്തില് കാണണം. അപ്പൊ എല്ലാവരും ഭഗവാനിൽ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളത് കൂടെ പറഞ്ഞു തരണം. അർജുനൻ കണ്ട കാര്യമാണ് അർജുനൻ അവിടെ പറയുന്നത്. ഇനി അടുത്തതിൽ പറയുന്നത് എന്താണ്? അനേക ബഹൂദര ഭക്ത നേത്രം പശ്യാമി ത്വം സർവതോനന്ത രൂപം നാന്തം ന മധ്യം ന പുനസ്തവാതീം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. അർജുനൻ പറയാണ്, അല്ലയോ ജഗന്നാഥ, വിശ്വരൂപ, അങ്ങയുടെ ശരീരത്തിൽ എല്ലായിടത്തും എണ്ണമറ്റ കൈകളും ഉദരങ്ങളും വായുകളും കണ്ണുകളും ഉരുത്തിരിഞ്ഞു വരുന്നു. ഇവയ്ക്ക് അവസാനമില്ല, ആദിയോ മധ്യമോ അന്ത്യമോ കാണുന്നില്ല. അർജുനൻ പറയുന്നത്, അല്ലയോ വിശ്വരൂപ, അങ്ങയുടെ ശരീരത്തില് എല്ലായിടത്തും എന്താ സംഭവിക്കുന്നത്? എണ്ണമറ്റ കൈകളും ഉദരങ്ങളും വായുകളും എല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കാണ് അർജുനന്. ഇതിനൊരു അവസാനവും ആദ്യവും മധ്യവും എന്ന് ആര് കാണുന്നില്ല? അർജുനൻ കാണുന്നു. ഇതിന്റെ ആദ്യം എവിടെ നിന്നാണെന്നോ അന്ത്യം എവിടെ നിന്നാണെന്നോ അതിന്റെ മധ്യഭാഗം ഏതാണെന്നൊന്നും അർജുനന് മനസ്സിലാകുന്നില്ല. പക്ഷെ അങ്ങയുടെ ശരീരത്തിൽ എന്താണ്? ഇത് ഇങ്ങനെ കുറെ കൈകളും ഉദരങ്ങളും വായുകളും എല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നതായിട്ട് അർജുനന് കാണാൻ സാധിക്കാണ്. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവാൻ പറഞ്ഞില്ലേ, ഭഗവാന്റെ ഒരു അംശം മാത്രമാണ് ഈ പ്രപഞ്ചത്തെ എന്ത് ചെയ്യുന്നത്? ഇവിടെ നിലനിർത്തി കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞു. അപ്പോ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഇവിടെ എന്ത് സാധിക്കുന്നത്? അർജുനന് ഇത് കാണാനായിട്ട് സാധിക്കുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. കാരണം അർജുനനൊരു സ്ഥലത്ത്, അർജുനൻ എവിടെ നിന്നിട്ടത് കാണുന്നത്? തേരിലിരുന്നു കൊണ്ട് അല്ലെ, കുരുക്ഷേത്ര യുദ്ധക്കളത്തില് നിന്നിട്ടാണ് അർജുനൻ ഭഗവാന്റെ വിശ്വരൂപം കാണുന്നത്. അപ്പൊ ആ പ്രപഞ്ചത്തിൽ മുഴുവനും വ്യാപിച്ചു നിൽക്കാണ് ഭഗവാൻ. ആ ഭഗവാനെ അർജുനൻ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ടാണ് ഒരേ സമയം അർജുനൻ ഇത് മുഴുവൻ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അത്
എന്തുകൊണ്ടാണ് സാധിക്കുന്നത്? ഭഗവാന്റെ ആ മഹാപ്രഭാവം, അതാണ് ഇതിന് കാരണമായിട്ടുള്ളത്. അപ്പൊ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് അർജുനൻ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്തതിൽ എന്താ പറഞ്ഞത്? കിരീടിനം ഗതിനം ചക്രിനം ച തേജോ രാശിം സർവതോ ദീപ്തമന്തം പശ്യാമി ത്വം ദുർനിരീക്ഷം സമന്താ ദീപ്താനലർക്കാതി അപ്രമേയം. ആളിക്കത്തുന്ന അഗ്നിയുടെയും മധ്യാഹ്ന സൂര്യന്റെയും പ്രകാശം പോലെ ചൂളെ പരക്കുന്നതും കണ്ണഞ്ചിപ്പിക്കുന്നതുമായ മഹാജ്യോതിസ് കൊണ്ട് ദുർദൃശ്യമാണ് അങ്ങയുടെ ഈ രൂപം. എങ്കിലും അനേക വിധത്തിലുള്ള കിരീടങ്ങളും ഗദകളും ചക്രങ്ങളും ധരിച്ച തേജോമയമായ ഈ രൂപം ഞാൻ എവിടെയും കാണുന്നു. അപ്പൊ ഇവിടെ ആളിക്കത്തുന്ന അഗ്നി പോലെ, മധ്യാഹ്ന സൂര്യന്റെ പ്രകാശം പോലെ, ചൂളെ പരക്കുന്നതും കണ്ണഞ്ചിപ്പിക്കുന്നതുമായ മഹാജ്യോതിസ് കൊണ്ട് ദുർദൃശ്യമാണ് അങ്ങയുടെ ഈ രൂപം. അപ്പൊ ഭഗവാന്റെ ഈ രൂപം എങ്ങനെയാ പറയണത്? ആളിക്കത്തുന്ന അഗ്നി പോലെ, ആളിക്കത്തുന്ന അഗ്നി പോലെ, മധ്യാഹ്ന സൂര്യന്റെ പ്രകാശം പോലെ, ചൂളെ പരക്കുന്നതും. അതായത് നമുക്കറിയാം ഉച്ചയ്ക്കുള്ള ഭഗവാന്റെ പ്രകാശം എങ്ങനെയാണ്? നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്നതാണല്ലോ. നമ്മളെ കണ്ണിങ്ങനെ നമ്മൾ നോക്കുമ്പോ കണ്ണ് ഭയങ്കര ഇരുട്ട് വരും, നമുക്കത് നോക്കാനായിട്ട് പറ്റില്ല ഡയറക്റ്റ് ആയിട്ട്. അങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന മഹാജ്യോതിസ് കൊണ്ട് ദുർദൃശ്യമാണ് എന്ത്? ഭഗവാന്റെ ആ രൂപം. അപ്പൊ നമുക്കത് കാണാനായിട്ട് ബുദ്ധിമുട്ടാണെന്നാ പറയുന്നത്. എങ്കിലും അനേക വിധത്തിലുള്ള കിരീടങ്ങളും ഗദകളും ചക്രങ്ങളും ധരിച്ച ആ തേജോമയമായ രൂപം ഞാൻ എവിടെയും കാണുന്നു. പക്ഷെ എന്നാൽ പോലും ആ കുറെ കിരീടങ്ങളും പല വിധത്തിലുള്ള കിരീടങ്ങളും ഗദകളും ചക്രങ്ങളും ഒക്കെ ധരിച്ച ആ തേജോമയമായിട്ടുള്ള ആ രൂപം ഞാൻ എവിടെയും കാണുന്നു എന്നാണ് ഇവിടെ ആര് പറയുന്നത്? അർജുനൻ പറയുന്നത്. അങ്ങനെ അർജുനൻ ഇങ്ങനെ ഭഗവാന്റെ ആ രൂപം കണ്ട് സന്തോഷിച്ചിങ്ങനെ നിക്കാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ഭഗവാന്റെ ആ രൂപത്തിന്റെ ഗതി അങ്ങോട്ട് മാറി. അപ്പൊ ഇവിടെ അർജുനൻ എന്താ കാണുന്നത്? അമീചത്വാം ധൃതരാഷ്ട്രസ്യ പുത്ര സർവേ സഹൈവാവനിപാല സഖേ ഭീഷ്മോ ദ്രോണ സൂതപുത്രസ്തദാസൗ സഹാസ്മദീയൈരപി യോധമുഖേ ഭക്താനി തേ ത്വരമാണാ വിശന്തി ദ്രംഷ്ടാ കരാളാനി ഭയാനകാനി കേചിദ് ലഗ്നാ ദശനാന്തരേഷു സദൃശ്യന്തെ ചൂർണിതൈരത്യമാങ്കേ. ഇവിടെ ധൃതരാഷ്ട്രപുത്രന്മാരെല്ലാവരും. അപ്പൊ അർജുനൻ എന്താ കാണുന്നത്? അർജുനൻ ഭഗവാന്റെ ആ വിശ്വരൂപം കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കാണ്. പെട്ടെന്ന് തന്നെ ആ രൂപത്തിന്റെ ഗതി അങ്ങോട്ട് മാറാണ്. അപ്പൊ അർജുനൻ കാണുന്നത് എന്താണ്? ധൃതരാഷ്ട്രപുത്രന്മാരെല്ലാവരും, അവരെ സഹായിക്കുന്ന രാജാക്കന്മാര്, ഭീഷ്മർ, ദ്രോണർ, കർണൻ എന്നിവരും നമ്മുടെ യോദ്ധാക്കളിൽ പ്രമുഖന്മാരായവരുമെല്ലാം ഭഗവാന്റെ ഭീകരങ്ങളായ വായ്ക്കുള്ളിലേക്ക് അതിവേഗത്തിൽ കടന്നു പോവുകയാണ്. അപ്പൊ എല്ലാവരും എവിടേക്ക് പോകുന്നതായിട്ട് കാണാണ്? ഭഗവാന്റെ വായ്ക്കുള്ളിലേക്ക് കടന്നു പോകുന്നതായിട്ടാണ് ആർക്ക് കാണാൻ സാധിക്കുന്നത്? അർജുനന് കാണാൻ സാധിക്കുന്നത്. ആ ദ്രംഷ്ട്രകൾക്കിടയിൽപ്പെട്ട് ചിലരുടെ ശിരസ്സുകൾ ചതഞ്ഞറിയുന്നു. മാത്രമല്ല ദ്രംഷ്ട്രകൾക്കിടയിൽ പെട്ടിട്ട് ചിലരുടെ ശിരസ്സുകളാണെങ്കിലോ ചതഞ്ഞറിയുകയും ചെയ്യുന്നു. അപ്പൊ ധൃതരാഷ്ട്രപുത്രന്മാരെല്ലാവരും അവരെ സഹായിക്കുന്ന രാജാക്കന്മാരും ഭീഷ്മര്, ദ്രോണര്, കർണൻ ഇവരെല്ലാവരും എന്താണ്? ഭഗവാന്റെ വായ്ക്കുള്ളിലേക്ക് കടന്നു പോകുന്നതായിട്ട് അർജുനൻ കാണാണ്. ഭഗവാന്റെ ദ്രംഷ്ട്രകൾക്കിടയിൽപ്പെട്ട് ചിലരുടെ ശിരസ്സുകൾ ചതഞ്ഞറി. അപ്പൊ ഇവിടെ ഭഗവാൻ എന്തും വന്നു? ദ്രംഷ്ട്രകളും വന്നു. അപ്പൊ ഇതുവരെ നല്ലൊരു രൂപത്തില് വിശ്വരൂപം ഭഗവാന്റെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അർജുനൻ. പിന്നെ ഭഗവാൻ അപ്പൊ പെട്ടെന്ന് ആ രൂപത്തിന്റെ ഗതി ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് മാറ്റി. അപ്പൊ മാറ്റിയപ്പോ ഭഗവാന്റെ രൂപം മാറി ദ്രംഷ്ട്രകളൊക്കെ വന്നു. അപ്പൊ എല്ലാ യുദ്ധത്തിൽ വന്നിരിക്കുന്ന പാണ്ഡവര് ഒഴികെ ധൃതരാഷ്ട്രപുത്രന്മാര് പിന്നെ അവരെ സഹായിക്കുന്ന രാജാക്കന്മാരെല്ലാവരും ഭഗവാന്റെ വായ്ക്കുള്ളിലേക്ക് കടന്നു പോയിട്ട് അവരുടെ ശിരസ്സുകൾ ചതഞ്ഞറിയതായിട്ടാണ് ആർക്ക് കാണാൻ സാധിക്കുന്നത്? അർജുനന് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അത് കണ്ടപ്പോ അർജുനന് പേടിയായി. പിന്നെ എന്താ സംഭവിക്കുന്നത്? അർജുനൻ ചോദിക്കാണ് ഭഗവാന്റെ അടുത്ത്, ആഖ്യാ ഹിമേകോ ഭവനുഗ്രരൂപ നമോസ്തുതേ ദേവവര പ്രസീദ വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തി. അർജുനൻ വിശ്വരൂപം കണ്ടപ്പോ സന്തോഷായിരുന്നു. പക്ഷെ ഇപ്പൊ രൂപത്തിന്റെ ഗതി മാറിയപ്പോ അർജുനന് പേടിയായി. അപ്പൊ അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്, ദേവാതിദേവ ഉഗ്രമൂർത്തെ, അങ്ങ് ആരാണെന്ന് പറഞ്ഞു തരൂ. ഞാൻ പ്രണമിക്കുന്നു, എന്നിൽ കനിയണമേ. ആദിപുരുഷനായ അങ്ങയെ എനിക്കറിയണം. അങ്ങയുടെ ദൗത്യം എന്തെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ അർജുനൻ വിചാരിച്ചു ഭയങ്കര സന്തോഷത്തിലുള്ള ഭഗവാന്റെ ശ്രീകൃഷ്ണ രൂപം പോലെയാണ് എന്ത് രൂപവും വിശ്വരൂപമാണെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ വിശ്വരൂപം കണ്ടപ്പോ അർജുനന് പേടിയായി. കാരണം രൂപത്തിന്റെ ഗതി മാറിയപ്പോ അർജുനന് പേടിയായി. അപ്പൊ അർജുനൻ ഭഗവാനോട് ചോദിക്കാണ്, ദേവാധിദേവ, ദേവന്മാരുടെ നാഥ, ദേവ, ഉഗ്രമൂർത്തെ,
കാരണം രൂപത്തിന്റെ ഇതൊക്കെ മാറിയപ്പോ അർജുനൻ എന്താണ് ഭഗവാൻ ഉഗ്രമൂർത്തി എന്നാ വിളിക്കുന്നത്. അങ്ങ് ആരാണെന്ന് പറഞ്ഞു തരൂ, ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു, എന്നിൽ കണിയണമേ, ആദി പുരുഷനായ അങ്ങയെ കുറിച്ച് എനിക്കറിയണം, അങ്ങയുടെ ദൗത്യം എന്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അങ്ങ് ഇപ്പൊ രൂപം മാറിയില്ലേ, അപ്പൊ എന്താണ് അങ്ങയുടെ ഉദ്ദേശം എന്നുള്ളത് എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല, എന്നോട് പറഞ്ഞു തരാനായിട്ടാണ് ഇവിടെ അർജുനൻ ഭഗവാനോട് പറയുന്നത്. അപ്പൊ ഭഗവാൻ എന്താ പറയുന്നത്? ശ്രീ ഭഗവാൻ ഉവാച കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃത്തോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്തഃ കൃതേപി ത്വാം ന ഭവിഷ്യന്തി സർവേ യേവ സ്ഥിതാ പ്രത്യനികേഷു യോധ. പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ പറഞ്ഞു. എന്താ ഭഗവാൻ പറയുന്നത്? സമസ്ത ലോകങ്ങളെയും സംഹരിക്കുന്ന കാലമാകുന്നു ഞാൻ. ഞാൻ ആരാണ്? കാലനാണ് ഞാൻ, കാലമാകുന്നു ഞാൻ, എല്ലാ ലോകങ്ങളെയും സംഹരിക്കുന്ന കാലമാകുന്നു ഞാൻ. ഇവിടെ ഈ കാണുന്ന ജനങ്ങളെയെല്ലാം നശിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കുന്നതിനാണ്, ഈ കാണുന്ന ജനങ്ങളെയെല്ലാം നശിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ പാണ്ഡവരൊഴികെ 2 കക്ഷിയിലും പെട്ട യോദ്ധാക്കൾ എല്ലാവരും കൊല്ലപ്പെടും. അപ്പൊ നിങ്ങള് പാണ്ഡവന്മാരൊഴികെയുള്ള 2 കക്ഷിയിൽപ്പെട്ട എല്ലാ യോദ്ധാക്കളും കൊല്ലപ്പെടും എന്നാണ് ഇവിടെ ആര് പറയുന്നത്? അർജുനനോട് ഭഗവാൻ പറയുന്നത്. ഞാൻ ആരാണ്? കാലനാണ് ഞാൻ, ഞാൻ എല്ലാവരെയും നശിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ പാണ്ഡവന്മാരൊഴികെയുള്ള 2 കക്ഷിയിൽപ്പെട്ട എല്ലാ യോദ്ധാക്കളും കൊല്ലപ്പെടുമെന്ന് ഇവിടെ ഭഗവാൻ അർജുനനോട് പറയാണ്. ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താ പറയണ? അതുകൊണ്ട് അർജുനനോട് പറയാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം? തസ്മാത് ത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രുൻ പുംക്ഷ രാജ്യം സമൃദ്ധം മയേവ തേ നിഹത പൂർവമേവ നിമിത്ത മാത്രം ഭവ സവ്യസാചിൻ. അതുകൊണ്ട് എഴുന്നേൽക്കൂ, പൊരുതി യശസ് നേടാൻ തയ്യാറാകൂ, ശത്രുക്കളെ ജയിച്ചിട്ട് സമൃദ്ധമായ രാജ്യം ഭരിക്കൂ. ഞാൻ അവരെ മുമ്പ് തന്നെ കൊന്നു കഴിഞ്ഞു, നീ കേവലം ഒരായുധമാകുന്നതേയുള്ളൂ, സവ്യസാചീൻ. ഇവിടെ പറയണത് അതുകൊണ്ട് എന്ത് ചെയ്യണം? എഴുന്നേറ്റ് പൊരുതി യശസ് നേടാനായിട്ട് തയ്യാറാകൂ എന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എഴുന്നേറ്റ് പൊരുതി യശസ് നേടാൻ തയ്യാറാകൂ, ശത്രുക്കളെ ജയിച്ചിട്ട് സമൃദ്ധമായ രാജ്യം ഭരിക്കൂ, ഞാൻ അവരെ മുമ്പേ തന്നെ കൊന്നു കഴിഞ്ഞു, നീ ഒരു ആയുധമാകുന്നേ ഉള്ളൂ. അപ്പൊ അർജുനനോട് പറയുന്നത് അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? എഴുന്നേറ്റിട്ട് യശസ് നേടാൻ തയ്യാറാകും. ഞാൻ ഓൾറെഡി ഇവരൊക്കെ കൊന്നു കഴിഞ്ഞു, ഓൾറെഡി ഞാൻ എല്ലാവരും എന്ത് ചെയ്തു കഴിഞ്ഞു. ഇവിടെ അർജുനൻ യുദ്ധം ചെയ്യാൻ തീരുമാനം എടുക്കുന്നേ ഉള്ളൂ, പക്ഷെ ഭഗവാൻ ഇവിടെ എന്ത് ചെയ്തു? എല്ലാവരെയും വധിച്ചു കഴിഞ്ഞു. അപ്പൊ നീ എന്ത് ചെയ്യാ? നീ വെറുതെ ഒരു ആയുധമാകുന്നേ ഉള്ളൂ എന്നാ പറയുന്നത്. നീ ശത്രുക്കളെ ജയിച്ചിട്ട് സമൃദ്ധമായ രാജ്യം ഭരിക്കും, പൊരുതി യശസ് നേടാൻ നീ ആക്ട് ചെയ്താൽ മാത്രം മതി. ഇവിടെ നീ ഒന്നവിടെ ആക്ട് ചെയ്താൽ മാത്രം മതി, നിനക്കപ്പൊ യശസ് കിട്ടും. നിനക്ക് യശസ് നേടാൻ നീ തയ്യാറാകൂ, കാരണം എല്ലാവരും ഞാൻ ഓൾറെഡി കൊന്നു കഴിഞ്ഞു, ഈ ഒരു ആയുധം മാത്രമേ ആകുന്നുള്ളൂ. സവ്യസാചീൻ, സവ്യസാചീൻ എന്നാണ് ഇവിടെ അർജുനനെ സംബോധന ചെയ്യുന്നത്. അതായത് അമ്പ് ചെയ്യുന്നതിൽ വിദഗ്ധനാണ് ആര്? സവ്യസാചീൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറയുന്നത്. നിമിത്തം മാത്രം, നീ ഒരു നിമിത്തം മാത്രം, നീ ഒരു ഉപകരണം മാത്രമേ ആകുന്നുള്ളൂ. ഞാൻ എല്ലാതും ചെയ്തു കഴിഞ്ഞു, വെറുതെ നീ എന്ത് ചെയ്താൽ മതി? ഒന്ന് മുന്നിൽ നിന്നിട്ട് നീ ഒന്ന് ആക്ട് ചെയ്താൽ മാത്രം മതി, അതിന് നിനക്ക് യശസ് നേടാനും സാധിക്കും എന്നാണ് ഇവിടെ ഭഗവാൻ ആരോട് പറയുന്നത്? അർജുനനോട് പറയുന്നത്. അപ്പൊ അർജുനൻ അതും കൂടി കേട്ടപ്പോ എന്തായി? ആകെ വിഷമായി. അപ്പൊ അർജുനൻ എന്താ പറയുന്നത് അവിടെ? സഖേതി മത്വ പ്രസഭം യതുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി അജാനത മഹിമാനം തവേദം മയാ പ്രമാതത് പ്രണയേന വാപി യച്ചാവഹാസാർത്ഥമസകൃതോസി വിഹാരശയ്യാസന ഭോജനേഷു ഏകോതവ്യാപ്യച്യുത തത്സമക്ഷം തക്ഷാമയേ ത്വമഹമപ്രമേയം. അപ്പോൾ അർജുനൻ പറയാണ് ഭഗവാനോട്, അങ്ങയുടെ മഹത്വം എന്തെന്നറിയാതെ സുഹൃത്ത് എന്ന് മാത്രം കരുതി ഹേ കൃഷ്ണ ഹേ യാദവ ചങ്ങാതി എന്നല്ല ഞാൻ അങ്ങയെ സ്നേഹത്താലോ സംഭ്രാന്തിയാലോ വിളിച്ചു പോന്നു. അപ്പൊ അങ്ങയുടെ മഹത്വം, അങ്ങ് ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ് എന്നൊന്നും മനസ്സിലാക്കാതെ, പരമ്പൊരുളായിട്ടുള്ള ഭഗവാനെ മനസ്സിലാക്കാതെ ഹേ കൃഷ്ണ ഹേ യാദവ ഹേ ചങ്ങാതി എന്നെല്ലാം ഞാൻ സ്നേഹം കൊണ്ടും സംഭ്രാന്തിയാലൊക്കെ അങ്ങയെ വിളിച്ചു പോന്നു. തനിച്ചായിരിക്കുമ്പോഴും മറ്റുള്ളവർക്ക് ഇടയിലിരിക്കുമ്പോഴും വിനോദിക്കുമ്പോഴും ഇരിക്കുകയോ ഒരേ കിടക്കിൽ കിടക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്യുന്ന അവസരങ്ങളിൽ പോലും ഞാൻ പലപ്പോഴും അങ്ങയെ എന്ത് ചെയ്തിട്ടില്ല? വേണ്ടത്ര മാനിച്ചിട്ടില്ല, മാത്രമല്ല അപഹസിച്ചിട്ടുമുണ്ട്. പറ്റിപ്പോയ പിഴയ്ക്ക് എനിക്ക് മാപ്പ് ചോദിക്കുന്നു. അപ്പൊ എന്നിൽ നിന്ന് പറ്റിപ്പോയ പിഴകൾക്കെല്ലാം ഞാൻ അങ്ങയോട്
മാപ്പ് ചോദിക്കുന്നു എന്നാണ് അർജുനൻ പറയുന്നത്. കാരണം അപ്പൊ അർജുനന്റെ ഒക്കെ ഒരു ഭാഗ്യം നോക്കിയാൽ ഭഗവാന്റെ ഒപ്പം ഇരിക്കാനും കിടക്കാനും ആഹാരം കഴിക്കാനും ഒക്കെ ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുള്ളവരാണ് ആര്? പാണ്ഡവര്. ഭഗവാന്റെ ഒപ്പം ഇരിക്കുന്നു, കളിക്കുന്നു, കിടക്കുന്നു, ഒരുമിച്ച് ഉറങ്ങുകയും ഉണ്ടും ഭക്ഷണം ഒരുമിച്ച് ഉറങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു ഒക്കെ ആര് ചെയ്യുണ്ടായിരുന്നു? പാണ്ഡവർക്ക് സാധിച്ചിരുന്നു. അപ്പൊ അത്ര സമയത്തും അർജുനൻ ഭഗവാനെ എന്ത് ചെയ്തിട്ട് അധികം മാനിച്ചിട്ടില്ല, അപഹസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പറ്റിപ്പോയ പിഴകൾക്കെല്ലാം ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു എന്നാണ് ഇവിടെ ആര് പറയുന്നത്? അർജുനൻ പറയുന്നത്. അപ്പൊ ഭഗവാൻ എന്ത് മനസ്സിലായി? അർജുനൻ ഭയങ്കര പേടിച്ചിരിക്കുകയാണെന്നുള്ളത് ആർക്ക് മനസ്സിലായി? അവിടെ ഭഗവാന് മനസ്സിലായി. അപ്പൊ ഭഗവാൻ എന്താ പറയുന്നത് ഇനി അർജുനനോട്? ഭഗവാൻ പറയുന്നത് മാതേ വ്യഥാ മാം ച വിമൂഢ ഭാവോ ദൃഷ്ടാരൂപം ഘോരമീ ദൃങ്കമേതം വ്യാപേത ഭീപീതം പ്രീതമനാ പുനസ്ത്വം തദേവ മേ രൂപമിതം പ്രപശ്യ. എന്റെ ഈ ഭീപൽസ് രൂപം കണ്ടിട്ട് നീ അസ്വസ്ഥനാവുകയും സംഭ്രാന്തനാവുകയും ചെയ്തു. അത് ഇതോടെ തീരട്ടെ. എന്റെ ഭക്തനായ നീ സ്വസ്ഥത കൈവരിക്കൂ. ശാന്തമനസ്കനായി നിനക്കിപ്പോൾ നീ ആഗ്രഹിക്കുന്ന രൂപം കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് എന്റെ ഈ ഭീപൽസ രൂപം കണ്ടിട്ട് നീ അസ്വസ്ഥനാവുകയും സംഭ്രാന്തനാവുകയും ചെയ്തു. അത് ഇതോടെ തീരട്ടെ. അപ്പൊ എനിക്ക് മനസ്സിലായി നിനക്കിപ്പോ എന്റെ ഈ രൂപം ഇപ്പൊ ഏത് രൂപത്തിലാ ഭഗവാൻ നിൽക്കുന്നത്? കാലരൂപത്തിൽ അല്ലെ? ആ കാലരൂപം കണ്ട് ദ്രംഷ്ടകളൊക്കെ ഉള്ള രൂപം അത് കണ്ടപ്പോ നിനക്ക് പേടിയായി. പീപ്പിൾസ് രൂപം കണ്ടപ്പോ നീ അസ്വസ്ഥനാവുകയും സംഭ്രാന്തനാവുകയും ചെയ്തു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് ഇതോടെ തീരട്ടെ. ഇനി എന്റെ ഭക്തനായ നീ സ്വസ്ഥത കൈവരിക്കൂ. ശാന്തനായിട്ട് നിനക്കിപ്പോൾ നീ ആഗ്രഹിക്കുന്ന രൂപം കാണാൻ സാധിക്കും. അപ്പൊ ഇനി നീ എന്ത് ചെയ്യൂ? സ്വസ്ഥതയായിട്ട് ശാന്തമനസ്കനായിട്ട് നീ ആഗ്രഹിക്കുന്ന രൂപം നിനക്ക് കാണാനായിട്ട് സാധിക്കും എന്നാണ് ഇവിടെ ഭഗവാൻ അർജുനനോട് പറയുന്നത്. ഇനി സഞ്ജയൻ പറയാണ്. എന്നിട്ട് സഞ്ജയ ഉവാച ഇത്യർജുനം വസുദേവസ്തഥോക്ത സ്വകം രൂപം ദർശയാമാസ ഭൂയഃ ആശ്വാസയാമാസ ചാപീതമേനം ഭൂത്വാ പുനഃ സൗമ്യവപൂർമഹാത്മാ. സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് അർജുനനോട് ഇപ്രകാരം ഭഗവാൻ പറഞ്ഞു. എന്നിട്ട് തന്റെ യഥാർത്ഥമായ ചതുർഭുജ രൂപം കാണിച്ചു കൊടുത്തു. അങ്ങനെ ഭഗവാൻ അർജുനനോട് ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ സാധാരണ എപ്പോഴും കാണിക്കുന്ന ഭഗവാന്റെ രൂപം എപ്പോഴും ഭഗവാൻ വരുന്നത് എങ്ങനെയാണ്? ചതുർഭുജ രൂപത്തിലാണ്. എല്ലാവർക്കും ഭഗവാനെ കാണാൻ സാധിക്കുന്നത് ചതുർഭുജ രൂപത്തിലാണ് കാണിക്കുന്നത്. വളരെ അപൂർവമായിട്ടാണ് ഭഗവാന്റെ ഏത് ദർശനം കിട്ടുന്നത്? ശ്രീകൃഷ്ണ രൂപത്തിലുള്ള ദർശനം കിട്ടും. അപ്പൊ സാധാരണ എപ്പോഴും കാണുന്ന യഥാർത്ഥ രൂപം ഏതാണ്? ചതുർഭുജ രൂപം. അങ്ങനെ ആ ചതുർഭുജ രൂപം ആർക്ക് കാണിച്ചു കൊടുത്തു? ഭഗവാൻ അർജുനനെ കാണിച്ചു കൊടുത്തു. അപ്പൊ ഈ ഭഗവാൻ ദേവകി മാതാവിന്റെ മകനായിട്ട് അവതരിക്കുന്ന സമയത്തും ആദ്യം ഏത് രൂപത്തിലാ വരുന്നത്? ചതുർഭുജധാരിയായിട്ടാ വരുന്നത്. അങ്ങനെ ദേവകി മാതാവിന് വേണ്ട മനുഷ്യരൂപത്തില് കാണണമെന്ന് പറയുമ്പോഴാണ് ഭഗവാൻ പിന്നെ ഏത് രൂപം കൈക്കൊള്ളുന്നത്? ഭഗവാൻ ശ്രീകൃഷ്ണ രൂപം കൈക്കൊള്ളുന്നത്. പിന്നീട് ഭീതനായിരുന്ന അർജുനനെ ധൈര്യം വരുത്തുവാനായി ഇരു കൈകളോട് കൂടിയ സാധാരണ രൂപം കൈക്കൊള്ളുകയും ചെയ്തു. അപ്പൊ അതിനുശേഷം ഭഗവാൻ എന്ത് ചെയ്തു? ഇരു കൈകളോട് കൂടിയ സാധാരണ രൂപം കൈക്കൊള്ളുകയും ചെയ്തു. അപ്പൊ ആദ്യം ഭഗവാൻ ഏത് രൂപം വന്നു? വിശ്വരൂപം വന്നു. പിന്നെ കാലരൂപത്തിലേക്ക് മാറി. പിന്നെ ഭഗവാൻ യഥാർത്ഥത്തില് ചതുർഭുജ രൂപത്തിൽ കാണിച്ചു. അതിനുശേഷം ഭഗവാന്റെ സാധാരണ രൂപം കാണിച്ചു കൊടുത്ത സാധാരണ രൂപം ഏതാണ്? ശ്രീകൃഷ്ണ രൂപത്തില് ഭഗവാൻ ദർശനം കൊടുത്തു. ഇനി എന്താ പറയുന്നത് ഇവിടെ? ഭക്ത്യാ ത്വനന്യാ ശക്യ അഹമേവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരം തപ. പ്രിയപ്പെട്ട അർജുന, എന്നിൽ ഏകാഗ്രമായ ഭക്തി കൊണ്ട് മാത്രമേ എന്നെ ഇപ്പോൾ കാണുന്ന മട്ടിൽ നേരിട്ട് കാണാനും അറിയാനും സാധിക്കുകയുള്ളൂ. ഈ മാർഗത്തിൽ കൂടി മാത്രമേ എന്റെ നിഗൂഢതയിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. അപ്പോ ഭഗവാനെ നേരിട്ട് കാണാനും അറിയാനും എന്തുകൊണ്ട് സാധിക്കുള്ളൂ? ഭക്തി കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ ഇപ്പൊ കാണുന്ന രൂപത്തില്, ഇപ്പൊ കാണുന്നത് ഏത് രൂപമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് രൂപം? കൃഷ്ണരൂപം അല്ലെ? ആ കൃഷ്ണ രൂപത്തിൽ കാണാൻ എങ്ങനെ പറ്റുള്ളൂന്ന് പറഞ്ഞത്? ഏകാഗ്രമായ ഭക്തി കൊണ്ട് മാത്രമേ എന്നെ ഇപ്പോൾ കാണുന്ന മട്ടിൽ കാണാനും അറിയാനും സാധിക്കുകയുള്ളൂ. ഈ മാർഗത്തിൽ കൂടി മാത്രമേ എന്റെ നിഗൂഢത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഭഗവാനെ കാണണമെങ്കിലും അറിയണമെങ്കിലും എന്ത് വേണം? ഭക്തി വേണം. ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ ഇപ്പൊ കാണുന്ന രൂപത്തിൽ കാണാനും അറിയാനും സാധിക്കുള്ളൂ. ഭഗവാന്റെ നിഗൂഢതകളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ എന്ന് ഭഗവാനോട് പറയുന്നത്. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട് ഒരു ശ്ലോകം ഇതിന് മുന്നത്തിൽ പറയുന്നുണ്ട്. സുദുർദശമിതം രൂപം ദൃഷ്ടവാനാസി യന്മമ
അപ്യസ്യ രൂപസ്യ നിത്യം ദർശന കാക്ഷിണ. അതായത് ഭഗവാൻ പറയാണ് ഇവിടെ, അർജുന, നീ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രൂപം, ഈ ശ്രീകൃഷ്ണ രൂപം കാണാൻ വളരെ പ്രയാസമുള്ളതാണ്. ദേവന്മാര് പോലും എന്താണ് ഭഗവാന്റെ ആ രൂപത്തെ കാണാൻ അവസരം പാർത്തു കഴിയുന്നവരാണ്. അപ്പൊ ഭഗവാനെ ശ്രീകൃഷ്ണ രൂപത്തിൽ കാണാനായിട്ട് സുദൂർദർശമിതം രൂപം എന്ന് പറഞ്ഞാൽ, സുദൂർദർശമിതം രൂപം എന്ന് വെച്ചാൽ അത്രയും വളരെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും കാണാനായിട്ട്. ഭഗവാനെ വളരെയധികം ദർശിക്കാനായിട്ട് ഏറ്റവും പ്രയാസമുള്ള രൂപമാണ് ഇത് ശ്രീകൃഷ്ണ രൂപം. അപ്പൊ അത് കാണാനായിട്ട് ദേവന്മാര് പോലും അവസരം കാത്തിരിക്കുന്ന പറഞ്ഞു. അപ്പൊ ഭഗവാൻ അവതരിക്കേണ്ട സമയമായപ്പോ, ദേവകി മാതാവിന്റെ എന്താ പറയാ ഗർഭത്തില് ഭഗവാൻ അവതരിക്കേണ്ട സമയമായപ്പോ എല്ലാ ദേവീ ദേവതമാരും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു ഭഗവാനെ സ്തുതിച്ചുകൊണ്ട്. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണ രൂപത്തിൽ ഭഗവാൻ അവതരിക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയും എല്ലാവർക്കും എന്താണ് സുദൂർദർശമിതം രൂപം എന്ന് പറഞ്ഞ അത്രയും എന്താ പറയണത് പ്രയാസമുള്ളൊരു രൂപമാണ്, കാണാനായിട്ട് പ്രയാസമുള്ള രൂപമാണ് ഭഗവാന്റെ ശ്രീകൃഷ്ണ രൂപം എന്ന് ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ ഇത് ഭഗവാന്റെ ഈ രൂപത്തിൽ കാണണമെങ്കിൽ നമുക്ക് എന്തുകൊണ്ടേ സാധിക്കുള്ളൂ? ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ അറിയാനും ഭഗവാന്റെ ഈ രൂപത്തിലേക്ക് മനസ്സിലാക്കാനും സാധിക്കുള്ളൂ. ഭക്തി ഇല്ലെങ്കിൽ നമുക്ക് ആ നിഗൂഢതയിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയില്ല എന്ന് ഭഗവാൻ ഇവിടെ പറയാണ്. ലാസ്റ്റ് പറയാം നമുക്ക്. വിശ്വരൂപം മറച്ച് പിന്നീട് കൃഷ്ണൻ ചതുർഭുജനായ നാരായണ രൂപവും ഒടുവിൽ ദ്വിഭുജനായ സ്വരൂപവും കൈക്കൊള്ളുന്നു. അപ്പൊ അങ്ങനെ ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുത്തു, പിന്നെ വന്നിട്ട് കാലരൂപം വന്നു, പിന്നെ ചതുർഭുജ രൂപത്തിൽ വന്നു, പിന്നെ ഒടുവിൽ ഭഗവാൻ ദ്വിഭുജനായിട്ടുള്ള സ്വരൂപവും കാണിച്ചു കൊടുത്തു. അപ്പൊ ഭഗവാന്റെ സ്വരൂപം ഏതാണ്? ശ്രീകൃഷ്ണ രൂപമാണ്. അപ്പൊ ഭഗവാന്റെ സ്വരൂപം എന്ന് പറയുന്നത് യഥാർത്ഥ രൂപം ശ്രീകൃഷ്ണ രൂപമാണ്, അതും കാണിച്ചു കൊടുത്തു. വൈദിക സാഹിത്യത്തിൽ പറയപ്പെടുന്ന ചതുർഭുജ രൂപങ്ങളും മറ്റും ആദിമമായ ദ്വിഭുജ കൃഷ്ണ രൂപത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ഈ ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്ന ഈ നാരായണ രൂപം, ചതുർഭുജ രൂപം, അത് എവിടെ നിന്ന് വന്നതാണ്? കൃഷ്ണനിൽ നിന്ന്, കൃഷ്ണ രൂപത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും ആരിൽ നിന്നാണ് വരുന്നത്? ഭഗവാൻ ശ്രീകൃഷ്ണനിലാണ് വന്നതെന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഭഗവാൻ എന്താ ഇവിടെ പറയുന്നത് ലാസ്റ്റ് ശ്ലോകത്തില്? മത്കർമാ മത്ഭക്ത സംഘവർജിത നിർവൈര സർവഭൂതേഷു യാസ മാമേതി പാണ്ഡവ. പ്രിയ അർജുന, എന്റെ ശുദ്ധ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാമ്യകർമ്മങ്ങളുടെയോ ഊഹാപോഹങ്ങളുടെയോ മാലിന്യം കൂടാതെ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുകയും എന്നെ ജീവിതത്തിന്റെ പരമലക്ഷ്യമായി കരുതുകയും സർവഭൂതങ്ങളോടും സുഹൃത്ത് രൂപേണ പെരുമാറുകയും ചെയ്യുന്ന ഭക്തൻ നിശ്ചയമായും എന്നെ പ്രാപിക്കും. അപ്പൊ എങ്ങനെയുള്ള ഭക്തന് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും? എന്റെ ശുദ്ധ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാമ്യകർമ്മങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും മാലിന്യം കൂടാതെ, കാമ്യകർമ്മങ്ങളുടെ ഊഹാപോഹങ്ങളുടെയും ഒന്നും മാലിന്യമില്ലാതെ, എന്താണ് ഫലം ആഗ്രഹിച്ചുകൊണ്ടൊന്നും കർമ്മം ചെയ്യുന്നില്ല, ഫുള്ള് നമ്മൾ ഭഗവാന് വേണ്ടി ചെയ്യുക, എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുക, ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യുകയും ഭഗവാനെ ജീവിതത്തിന്റെ പരമ ലക്ഷ്യമായിട്ട് കരുതുകയും പിന്നെ സർവഭൂതങ്ങളോടും സുഹൃത്ത് രൂപേണ പെരുമാറുകയും ചെയ്യുന്ന ഭക്തൻ, എല്ലാവരോടും സുഹൃത്ത് രൂപേണ പെരുമാറുകയും ചെയ്യുന്ന ഭക്തൻ നിശ്ചയമായിട്ടും എന്നെ പ്രാപിക്കും. അപ്പൊ ഭഗവാന്റെ ശുദ്ധ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാമ്യകർമ്മങ്ങളുടെയും മുഖാപോഹങ്ങളുടെയും മാലിന്യം കൂടാതെ, ഇതിനോടൊന്നും മാലിന്യങ്ങളൊന്നും ഇല്ലാതെ ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യും, ഭഗവാനെ ജീവിതത്തിന്റെ പരമ ലക്ഷ്യമായിട്ട് കരുതുകയും സർവഭൂതങ്ങളോടും എങ്ങനെയാണ് സുഹൃത്ത് രൂപേണ പെരുമാറുകയും ചെയ്യുന്ന ഒരു ഭക്തൻ എന്ത് സാധിക്കും? നിശ്ചയമായിട്ടും ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഇവിടെ ആര് പറയുന്നത്? ഭഗവാൻ പറയുന്നത്. അപ്പൊ എങ്ങനെ വേണം ഭഗവാനെ നമ്മള് ജീവിതത്തിന്റെ പരമ ലക്ഷ്യം ഭഗവാനായിരിക്കണം. എല്ലാ ജീവജാലങ്ങളോടും സർവ്വചരാചരങ്ങളോടും സുഹൃത്ത് രൂപേണ പെരുമാറുക. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഭഗവാന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുക? പോഹങ്ങളില്ല, പിന്നെന്താണ് പറയുന്നത്? കാമ്യകർമ്മങ്ങളൊന്നും ഇല്ലാതെ, അത്തരത്തിലുള്ള മാലിന്യങ്ങളൊന്നും ഇല്ലാതെ ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഭക്തന് നിശ്ചയമായിട്ടും എന്ത് സാധിക്കും? ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കും എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇത് ഈ പിക്ചർ കണ്ടത് ഓർമ്മയുണ്ട് എവിടെയെങ്കിലും? ഹരേ കൃഷ്ണ. ഇത് എവിടെയുള്ള കൃഷ്ണൻ? തിരുപ്പതിയല്ലേ? തിരുപ്പതിയാണ്. തിരുപ്പതി അല്ല, ഉടുപ്പി കൃഷ്ണൻ. ഉടുപ്പി കൃഷ്ണൻ അടുത്ത് നിൽക്കുന്നത് കനകദാസ്. ഉടുപ്പി കൃഷ്ണന്റെ ഭക്തനാണ് കനകദാസ്. അപ്പോ ഉടുപ്പി കൃഷ്ണന്റെ കഥ, ദർശനത്തിന്റെ ഒരു കഥ പറയാണ് ഇവിടെ. അപ്പൊ നമ്മൾ പറഞ്ഞല്ലേ, ഭക്തന്മാർക്ക് മാത്രമാണ് എന്ത് സാധിക്കുന്നത്? ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഭക്തിയിലൂടെ മാത്രമേ ഭഗവാൻ അറിയാൻ. ഭക്തവത്സലനാണ് ഭഗവാൻ. ഭഗവാൻ ഭക്തന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അപ്പോ ഈ ഉടുപ്പി കൃഷ്ണൻ, ഉടുപ്പി ക്ഷേത്രത്തില്
അവിടെ അമ്പലത്തിന്റെ ഉള്ളിലേക്ക്, പണ്ട് കാലത്ത് അമ്പലത്തിലേക്ക് പ്രവേശനം ആർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ബ്രാഹ്മണന്മാർക്ക് മാത്രമേ അവിടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഭഗവാൻ പരിശുദ്ധനാണ് ഭഗവാൻ. അതുകൊണ്ട് പരിശുദ്ധർക്ക് മാത്രമേ എന്ത് സാധിക്കുള്ളായിരുന്നു? അമ്പലത്തിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. അപ്പൊ അതുകൊണ്ട് ബ്രാഹ്മണന്മാർക്ക് മാത്രമേ എന്ത് സാധിക്കുള്ളൂ? അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് പ്രവേശനമുള്ളൂ. മറ്റുള്ളവർക്കാർക്കും പ്രവേശിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇദ്ദേഹം ഭഗവാന്റെ ഭക്തനാണ്. കനകദാസ് ഭഗവാന്റെ ഭക്തനാണ്. പക്ഷെ ബ്രാഹ്മണൻ അല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിനും എന്ത് സാധിക്കില്ല? അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോ അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തവർക്കൊക്കെ ഭഗവാനെ ദർശിക്കാൻ വേണ്ടി ഭഗവാൻ ഇരിക്കുന്ന ആ ശ്രീകോവിലിന്റെ ബാക്കില്, അതായത് ഇതിന്റെ ഭഗവാന്റെ ബാക്ക് സൈഡിലുള്ള ചുമരില് ഒരു ചെറിയൊരു ജനലുണ്ട്. അപ്പൊ ആ ജനലിൽ കൂടെയാണ് മറ്റുള്ളവരെല്ലാം എന്ത് ചെയ്യുന്നത്? ഭഗവാന്റെ ദർശനം എടുക്കുന്നത്. അപ്പൊ ഭഗവാന്റെ തിരുമുഖം കാണാൻ സാധിക്കില്ല. ബാക്ക് ഭാഗം മാത്രമാണ് അവർക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പൊ മുഖം കാണാൻ സാധിക്കില്ല. എല്ലാവർക്കും എന്തേ സാധിക്കുള്ളൂ? ഭഗവാന്റെ ബാക്ക് സൈഡ് മാത്രമാണ് കാണാൻ സാധിക്കുക. അങ്ങനെയാണ് എല്ലാവരും ദർശനം എടുക്കുന്നത്. അപ്പോ ഈ കനകദാസ് ആണെങ്കിലോ ഭഗവാന്റെ ഭയങ്കര ഭക്തനാണ്. എപ്പോഴും ഭഗവാനെ കീർത്തിച്ചുകൊണ്ടേയിരിക്കും, കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കും കനകദാസ്. അപ്പൊ കീർത്തനങ്ങൾ ചൊല്ലിട്ട് ഭഗവാന്റെ ഈ ജനലിൽ കൂടെ അല്ലെ ബാക്ക് സൈഡിൽ കൂടെ ദർശനം എടുത്തിട്ട് പോകും. മുഖം കാണാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ദിവസം ഭയങ്കര വിഷമിച്ചിട്ട് കനകദാസ് ഭഗവാനെ കീർത്തിച്ച് പാടാണ്. അപ്പൊ ആഗ്രഹിക്കുന്ന എന്താണ്? ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാന്റെ തിരുമുഖം കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാന്റെ തിരുമുഖം കാണാനായിട്ട്. അങ്ങനെ അന്നും പതിവ് പോലെ തന്നെ ഭഗവാനെ കീർത്തിച്ചുകൊണ്ട് ഭഗവാന്റെ തിരുമുഖം കാണാനുള്ള പറ്റുന്നില്ലല്ലോ. ആ പ്രയാസത്തില് ഭഗവാനെ കീർത്തനങ്ങൾ ചൊല്ലുമ്പോ പെട്ടെന്ന് ഭഗവാൻ എന്ത് ചെയ്യാണ്? ഒറ്റ തിരിയൽ അങ്ങോട്ട് തിരിയും. ഭഗവാൻ ഒറ്റ തിരിയൽ തിരിയുമ്പോ എന്തായി? കനകദാസിന് ഭഗവാന്റെ ദർശനം കിട്ടി. അങ്ങനെ പിന്നെ ഇപ്പൊ നമുക്ക് ഇപ്പോഴും അറിയാം, ഉടുപ്പിൽ പോയി കഴിഞ്ഞാൽ ഭഗവാനൊക്കെ ദർശിക്കാൻ സാധിക്കുന്ന എങ്ങനെയാണ്? ജനലിൽ കൂടിയാണ് അല്ലെ? നമുക്ക് അങ്ങനെ ആ ഭക്തന് വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്യാണ്? അവിടെ ഭഗവാൻ അങ്ങോട്ട് മാറി. അപ്പൊ ഒരു ഭക്തന് വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്യും? എന്തും ചെയ്യും ഭഗവാൻ. അത്രയും ഭക്തവത്സലനാണ് ആര്? ഭഗവാൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വഞ്ചാകൽപതരൂപേക്ഷ കൃപാ സിന്ധോഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ. അനന്ത കോടി വൈഷ്ണവൃന്ദിക്ക് ജയ്. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഗുരുദേവ് കി ജയ്. നിതായ് ഗൗരപ്രമാനന്ദേ. ഹരി ഹരി ബോൽ. ഹരേ കൃഷ്ണ. ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കപ്പോൾ പറയാം. അർജുനൻ എന്തുകൊണ്ടാണ് വിശ്വരൂപം കാണാൻ ആഗ്രഹിച്ചത്? ജനങ്ങൾക്ക് കൃഷ്ണൻ ബോധ്യപ്പെടും, മറ്റുള്ളവരെ കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടും. വേറൊന്നും കൂടി പറഞ്ഞല്ലോ, ഭാവിയിൽ വരുന്നവർക്ക് അല്ലെ, ഭാവിയിൽ വരുന്നവർക്ക് പരമദിവ്യോത്തമ പുരുഷനാണെന്നൊക്കെ പറഞ്ഞു വരുന്നവർക്ക് ഒരു മാനദണ്ഡമാക്കാനും കൂടി വേണ്ടിയിട്ട്. എന്ത് പറയാം? വിശ്വരൂപം കാണിച്ചു തരാൻ പറയാം അല്ലെ. ഞാൻ ഭഗവാനാണെന്ന് പറഞ്ഞ ആരെങ്കിലും വന്നാൽ വിശ്വരൂപം കാണിച്ചു തരാൻ പറയാം. അപ്പൊ അതിനും കൂടിയിട്ടാണ് ഭഗവാൻ അർജുനൻ അത് ആഗ്രഹിച്ചത്. കൃഷ്ണന്റെ മറ്റ് അവതാരങ്ങളുടെ പ്രത്യേകത എന്താണ്? വിശ്വരൂപം മറ്റും തമ്മിലുള്ള വ്യത്യാസം? സ്ഥിരമാണ്. അവർക്ക് സ്ഥിരമായ ധാമകളാണ്. വിശ്വരൂപം അങ്ങനെയല്ല. വിശ്വരൂപം എന്ന് പറയുന്നത് ആ ഭൗതിക ലോകത്തിലാണ് എന്ത് കാണിക്കുന്നത്? വിശ്വരൂപം കാണിക്കുന്നത്. ഭൗതിക ലോകത്തിലാണ് വിശ്വരൂപം കാണിക്കുന്നത്. ആ വിശ്വരൂപം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ആഗ്രഹിച്ചു, നമുക്കത് കാണിച്ചു തന്നു, അത് കഴിഞ്ഞു. അല്ലാതെ അതെന്തില്ല, സ്ഥിരമായിട്ട് നിലനിൽക്കുന്നതല്ല വിശ്വരൂപം. ഭഗവാന്റെ മറ്റുള്ള അവതാരങ്ങളെല്ലാം എന്തുണ്ട്? പരവ്യോമത്തില് വൈകുണ്ഠ ലോകങ്ങളില് സ്ഥിതി ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഓരോ ലോകങ്ങളുണ്ട്. അപ്പൊ നമ്മൾ നരസിംഹ ഭഗവാൻ ആരാധിച്ച നമ്മൾ ആരുടെ ലോകത്താ പോകാ? നരസിംഹ ഭഗവാന്റെ ലോകത്ത്, വൈകുണ്ഠ ലോകത്തില് നരസിംഹ ഭഗവാന്റെ ലോകത്തില് പോകും. ഇപ്പൊ നമ്മൾ മാധവൻ ആരാധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാർത്ഥസാരഥി ആരാധിച്ചു കഴിഞ്ഞാൽ അവരുടെ ലോകത്തിലേക്കായിരിക്കും നമ്മൾ. വൈകുണ്ഠ ലോകത്തില് ഓരോരുത്തർക്കും ഓരോരോ ലോകങ്ങളുണ്ട്, അവിടേക്കായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷെ ഈ വിശ്വരൂപത്തിന് എന്തില്ല? വിശ്വരൂപത്തിന് അങ്ങനെ ഒരു സ്ഥായിയായിട്ട് സംഭവമില്ല. അത് ആഗ്രഹിച്ചു, കാണിച്ചു കൊടുത്തു, അതവിടെ കഴിഞ്ഞു. അതാണ് വിശ്വരൂപം. അതായത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് വിശ്വരൂപം കാണിച്ചത് ഭഗവാൻ. അതായത് ഭഗവാനിൽ എല്ലാവരും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഭഗവാൻ എന്ത് കാണിക്കുന്നത്? ഭഗവാനിലുള്ള വിശ്വാസം, ഭഗവാൻ ആ പറയുന്നത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് വിശ്വരൂപം കാണിക്കുന്നത്. സഞ്ജയൻ കണ്ട വിശ്വരൂപം എങ്ങനെയാണ് ധൃതരാഷ്ട്രക്ക് ഉപമിച്ചു കൊടുത്തത്? പ്രഭാപുരത്തിന് തുല്യമായിട്ടാണ് ആ പ്രഭാപുരത്തെ ഉപമിക്കുന്നത്. 26-27 ശ്ലോകത്തില് എന്താണ് പറയുന്നത്?
പുത്രന്മാരും അവരെ സഹായിക്കുന്ന രാജാക്കന്മാരും എല്ലാവരും വായ്ക്കുള്ളിൽ പോകുന്നു. കെട്ടിപ്പെട്ട് അവരുടെ ശിരസ്സുകള് ചതഞ്ഞറിയണതൊക്കെ ആയിട്ട് ആര് കാണാണ്? അർജുനൻ കാണാണ്. ഇതിൽ ആരൊക്കെ ഉണ്ട് പറഞ്ഞു? അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ടല്ലേ, നിങ്ങൾ പാണ്ഡവരൊഴികെ ബാക്കി 2 കക്ഷിയിലും പെട്ട എല്ലാവരും പോകുന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അർജുനൻ ഇതിൽ ആരൊക്കെ കാണുന്നുണ്ടാവും? അർജുനന്റെ മക്കളൊക്കെ കാണുന്നുണ്ടാവില്ലേ? എല്ലാവരും അർജുനന്റെ എല്ലാ ബന്ധക്കാരെല്ലാവരും അതിലുണ്ടാവില്ലേ? എല്ലാവരും അർജുനന്റെ ബന്ധുക്കൾ തന്നെയാണ്. അപ്പൊ അർജുനൻ അതൊക്കെ കാണാണ്. 32ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് എന്താ പറയുന്നത്? ഇതെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, ഇവിടെ കാലരൂപത്തിൽ വന്നതാണ്. കാലരൂപത്തിലാണ് ഞാൻ കാലരൂപത്തിലുള്ള കാലരൂപത്തിലാണ് ഞാൻ വന്നത് അല്ലെ. കാലനാണ് ഞാൻ എന്ന് പറയും. കാലമാണ് ഞാൻ. എല്ലാവരെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഭഗവാൻ ഇവിടെ പറയുന്നത്. 33ാമത്തെ ശ്ലോകത്തിൽ എന്താ ഭഗവാൻ പറഞ്ഞത്? അർജുനനോട് എഴുന്നേറ്റ് പൊരുതി കാരണം എന്താണ്? ഞാൻ ഓൾറെഡി ഇതൊക്കെ നീ ഇവിടെ ആലോചിക്കുന്നേ ഉള്ളൂ, പക്ഷെ ഇവിടെ ഓൾറെഡി ആക്ഷൻ കഴിഞ്ഞു അല്ലേ. അർജുനനോട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യണോ വേണ്ടെന്ന് അർജുനൻ നിങ്ങൾ ഉറപ്പിക്കാതെ പോവുക. പക്ഷെ ഭഗവാൻ എന്താ പറഞ്ഞത്? ഞാനിവിടെ എല്ലാവരും ഇപ്പൊ ഓൾറെഡി നീ ഒരു കേവലം ആയുധമാണ്. പിന്നെ ഞാനൊരു ആയുധയാക്കുന്നുള്ളൂ. നീ ഒന്നും ചെയ്യൊന്നും വേണ്ട, നീ ഒന്ന് വെറുതെ ആക്ട് ചെയ്താൽ മതി എന്നാണ് ഇവിടെ ആര് പറയണത്? അർജുനനോട് അർജുനോട് പറയുന്നത്. ഭഗവാന്റെ സാധാരണ രൂപം ഏതാണ്? ഭഗവാന്റെ ചതുർഭുജ രൂപമാണ് സാധാരണ രൂപം. ഭഗവാന്റെ ശരിക്കുള്ള രൂപം ശ്രീകൃഷ്ണ രൂപം. എപ്പോഴും കാണുന്ന രൂപം എന്താണ്? യഥാർത്ഥത്തിൽ നമ്മൾ എപ്പോഴും കാണുന്നത് ുള്ള രൂപം കൃഷ്ണരൂപം. അതാണ് നമ്മൾ പറഞ്ഞത്. ഒരു ശ്ലോകം ഞാൻ പറഞ്ഞില്ലേ, ശ്രീകൃഷ്ണ രൂപത്തിൽ ഭഗവാനെ കാണാനായിട്ട് എല്ലാവർക്കും സാധിക്കും. സുദുർദശമിതം രൂപം എന്നാ പറയണത്. ശ്രീകൃഷ്ണ രൂപത്തിൽ ഭഗവാനെ കാണാനായിട്ട് സാധിക്കില്ല എല്ലാവർക്കും. അത് ഭക്തന്മാർക്ക് മാത്രം, അത്രയും ഭക്തന്മാർക്ക് മാത്രമാണ് അത് സാധിക്കുന്നത്. ഇപ്പൊ നമ്മള് പറഞ്ഞില്ലേ, ഇപ്പൊ എന്താണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുമ്പോ, അല്ലെങ്കിൽ അസുരന്മാരെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമ്പോ ഈ ദേവന്മാരെല്ലാവരും ചെന്ന് പരാതി പറയുന്നത് ആരുടെ അടുത്താണ്? പാലാഴിയിലുള്ള വിഷ്ണുവിന്റെ അടുത്താ പോണത് അല്ലെ. ശ്രീകൃഷ്ണന്റെ അടുത്ത് പോകുന്നില്ല ആരും. അപ്പൊ ശ്രീകൃഷ്ണനെ കാണാൻ ആർക്കും സാധിക്കുന്നില്ല. പാലാഴിയിലെ വിഷ്ണുവിന്റെ അടുത്ത് പോകുമ്പോ പിന്നെ അവിടെ നിന്നാണ് പിന്നെ ആർക്ക് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുന്നത്, ഇൻഫോർമേഷൻ പോണത് ഭഗവാന്റെ അടുത്തേക്ക് പോണത് അല്ലെ. അപ്പൊ ആർക്കും എന്ത് സാധിക്കുന്നില്ല? ഭഗവാന് ശ്രീകൃഷ്ണ രൂപത്തിൽ കാണാനായിട്ട് എല്ലാവർക്കും സാധിക്കില്ല. അതുകൊണ്ടാണ് ഭഗവാൻ അവതരിക്കുന്ന സമയത്ത്, ദേവകി മാതാവിന്റെ ഗർഭത്തിൽ ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് സ്വർഗത്തിലുള്ള എല്ലാ ദേവദേവതന്മാരും എല്ലാവരും ഇറങ്ങി വന്നു എന്നാ പറയുന്നത് ദേവകി മാതാവിന്റെ അടുത്ത് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട്. കാരണം ഭഗവാനെ ശ്രീകൃഷ്ണ രൂപത്തിൽ ദർശനം കിട്ടാൻ വേണ്ടിയിട്ട് എന്നാ പറയുന്നത്. അപ്പൊ അത്രയും സുദുർദശമിതം രൂപം എന്നാ പറയുന്നത്. അത്രയും അപൂർവമായിട്ട് മാത്രമാണ് എല്ലാവർക്കും എന്ത് സാധിക്കുക? ശ്രീകൃഷ്ണ രൂപത്തില് ദർശനം കിട്ടുന്നത്. 54ാമത്തെ ശ്ലോകത്തില് ഭഗവാനെ എങ്ങനെയാണ് അറിയാൻ കഴിയുക എന്ന് പറഞ്ഞത്? നേരിട്ട് കാണുന്നു. എന്ത് വേണം? നമുക്ക് ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാൻ അറിയാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. 55ാമത്തെ ശ്ലോകത്തിൽ എങ്ങനെ ഭഗവാനെ പ്രാപിക്കാന്നാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്? സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവര്, അതുപോലെ മാലിന്യം കൂടാതെ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യും, എന്നെ ജീവിതത്തിന്റെ പരമലക്ഷ്യമായി കരുതുകയും വേണം പെരുമാറുകയും ചെയ്യുന്ന ഭക്തൻ നിശ്ചയമായും എന്നെ തന്നെ പ്രാപിക്കും. അതായത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശുദ്ധ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കണം. നമ്മൾ അവിടെ എന്ത് പാടില്ല? ഫലം ആഗ്രഹിച്ചുകൊണ്ടൊന്നും ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ എല്ലാ ജീവാത്മാക്കളെ നമ്മൾ എങ്ങനെ കാണണം? സുഹൃത്ത് രൂപത്തിൽ ചരാചരങ്ങളെ സുഹൃത്തുക്കളായിട്ട് കാണുന്ന ഭക്തന് നിശ്ചയമായിട്ടും എന്നെ പ്രാപിക്കാൻ സാധിക്കുന്നതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ.